എല്ലാവരെയും യോജിച്ച് പൊതുശത്രുവിനെതിരെ സമരം ചെയ്ത് അവർക്കിവിടെ ഇന്ത്യ ഭരിക്കാൻ പറ്റത്തില്ലെന്ന് ബോധ്യമായപ്പോൾ അവർ വിട്ടുപോയി. അവർ വിട്ടുപോയ സമയത്താണ് നമുക്ക് 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി അതുപോട്ടെ, ആ സമയത്ത് നമുക്കൊരു ഗൈഡ് ലൈൻ ഇല്ല എന്ത് ചെയ്യണം. അപ്പം അങ്ങനെ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയതാണ് ഭരണഘടന. ഇത് 1950 ജനുവരി 26 പ്രഖ്യാപിക്കുന്നത് വഴി ഇന്ത്യ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് രാഷ്ട്രം എന്ന് പറയുന്ന നിലവാരത്തിലായി. അപ്പോൾ അത് കിട്ടി. അത് വായിച്ചിട്ടുള്ള ഒരാൾ ഇതിനകത്ത് പെട്ടു. ഇന്ത്യൻ ഭരണഘടന വായിച്ച ഒരാൾ ഈ മുറിയിലുണ്ടോ? അല്ല, വായിച്ചിട്ടുള്ളവർ ഇവിടെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നവർ ഇച്ചിരി മെനക്കിട്ടു എന്നുള്ളതല്ലാതെ 100-ൽ 1-2 പേരാണ് ഈ വായിച്ചത്. അത് തന്നെ അവരുടെ ഒരു മുൻകൈയിൽ ഇഷ്ടത്തിന് കൊണ്ട് വായിച്ചതാണ്. നമ്മുടെ ഗൈഡ് ലൈൻ ഇതുവരെ നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല. ഇതാണ് ഒന്ന്. ഇനി ഇത് പഠിക്കണ്ടേ? പഠിക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളാണ്. അവിടെ ഇതുവരെ ഇത് വായിച്ചു തുടങ്ങിയിട്ടില്ല. അത് പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്, പഠിപ്പിച്ചിട്ടില്ല. അല്ല, അതല്ല ഞാൻ ഈ വിഷയം പറഞ്ഞു തരുന്നത്. സ്കൂളിനകത്ത് ഇത് പഠിപ്പിക്കേണ്ടിയിരുന്നത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്ത് പറ്റി? 78 വർഷം എത്രയായി സ്വാതന്ത്ര്യം കിട്ടി? 80 അപ്പൊ ശരിക്കും 20 വർഷമാണ് ഒരു തലമുറയുടെ സമയം എന്ന് പറയുന്നത്. 4 തലമുറ കടന്നുപോയി. നമ്മൾ ഇതുവരെ നമ്മുടെ കയ്യിൽ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള സാധനം കിട്ടിയിട്ടില്ല, മാനുവൽ കിട്ടിയിട്ടില്ല. അതിന്റെ പ്രാക്ടീസസ് നമ്മൾ ആരംഭിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറയുന്ന പഴയ മാനുവൽസാണ്. കാളവണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ള മാനുവലാണ് കാർ ഓടിക്കുന്നവരുടെ കയ്യിലുള്ളത്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ആളുകളെല്ലാം ഈ മാനുവൽ പിടിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന മാനുവൽ വളരെ ശരിയാണെന്ന് കാരണം വീട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, ഇതാ ഈ മാനുവലാണ് നമ്മൾ വായിച്ചു പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ തരുന്നത്? രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, അല്ലെന്നുണ്ടെങ്കിൽ ബൈബിള്, ഖുർആൻ, ഇതെല്ലാം തന്നോണ്ടിരിക്കുന്നത്. ഈ പുതിയ ഗൈഡ് ലൈൻ ഇതുവരെ നമ്മുടെ കയ്യിൽ ആരും തന്നിട്ടില്ല. അപ്പൊ ഇത് ഈ 4 തലമുറ കടന്നു പോയിട്ടും നമ്മുടെ എങ്ങനെയാണ് ജനാധിപത്യപരമായി പെരുമാറണമെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കണമെന്നും അതിന് നമ്മളെ എങ്ങനെ ഒരുക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഒരുക്കണമെന്നും ഇതൊന്നും തന്നെ നമ്മൾ ആരംഭിച്ചിട്ടേ. അടുത്തതെന്ന് പറയുന്നത്, ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇത് കളഞ്ഞില്ലേ, ഈ പൊടിയം സ്റ്റേജ് ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഒന്നിച്ചിരിക്കുക, വൃത്തത്തിലൊക്കെ ഇരിക്കുക, പരമാവധി അടുത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അകലമില്ലാതിരിക്കാം എന്ന് പറയുന്ന പ്രാക്ടീസസിന്റെ ആവശ്യമാണ്. ഒരു ക്ലാസ് റൂമിനകത്തും ഇതാരും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇങ്ങനെ ഇട്ടിട്ടാണ് ഇപ്പോഴും വരിക. അപ്പൊ എന്ത് പറ്റി? ഈ ബെഞ്ച് എങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ, ജാതി സമൂഹമായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉന്നത കുലജാതരെല്ലാം ഫ്രണ്ടിലിരിക്കും, മറ്റൊരു പുറയിരിക്കണം. ഉന്നത കുലജാതരായിരിക്കുന്നവർ പഠിക്കുന്നവരാണ്, മറ്റൊരു പഠിക്കാത്തവർ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ പറയുന്നത്. പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലാണ് ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും എന്ന് പറയുന്നത്. പക്ഷെ ജാതി അനുസരിച്ചിട്ടാണ് അത് ഇരുന്ന് പോയത്. ആദ്യകാലത്ത് എല്ലാവർക്കും ഈ ബെഞ്ചിലിരിക്കാൻ പറ്റത്തില്ല, തറയിലിരിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ കടന്നു വന്ന ഒരു സിസ്റ്റത്തിനകത്തൂടാണ് നമ്മുടെ ക്ലാസ് റൂംസ് തന്നെ രൂപപ്പെട്ടത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവ് ഉണ്ടാക്കിയ എന്നാ പഠിക്കുന്നത്. ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ജനാധിപത്യവാദികളാണെന്ന് തിരിച്ചു പോയത്. ബ്രിട്ടീഷ് രാജാവിൻ്റെ ഭരണമാണ് നമുക്കുണ്ടായത്. അതുകൊണ്ടാണ് ബ്രിട്ടനിലുള്ള ജനാധിപത്യവാദികളിലൂടെ വന്നപ്പോൾ മനസ്സിലായി ഇവന്മാരിവിടെ ജനാധിപത്യമൊന്നും ഇല്ലാതെ ഭരിക്കുന്നതെന്ന് മനസ്സിലായിട്ടാണ് ഹോം റൂൾ എന്ന് പറയുന്നതൊക്കെ. ബ്രിട്ടീഷുകാരുടെ അകത്ത് തന്നെ ജനാധിപത്യവാദികളായ ആൾക്കാരാണ് ആദ്യമായിട്ട് നമ്മളിത് പറയുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന്. അപ്പോൾ അവര്
കൂടെ ചേർന്നാണ് ഇവിടുത്തെ ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെന്തിനാ സ്കൂൾ ആരംഭിച്ചത്? ബ്രിട്ടീഷുകാർ സ്കൂൾ ആരംഭിച്ചത് ബ്രിട്ടനിലുള്ള മുഴുവൻ പേരും കൂടെ വന്നാലും അവർ കൈവശമാക്കി വെച്ചിരിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഭൂഭാഗം മുഴുവനും കൂടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. അത്രയും നമ്പരേ അവരുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കി ഇത് ചൊവ്വനേരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഭരണം നടത്താനുള്ള ആളുകളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കണ്ടെത്തി. അപ്പോൾ അത് കൊണ്ട് അവർ സ്കൂൾ ആരംഭിച്ചു. എന്തിനാണ്? അവർക്ക് കുറച്ച് ഗുമസ്തന്മാരെ വേണം, ഉദ്യോഗസ്ഥന്മാരെ വേണം, അധ്യാപകരെ വേണം, എഞ്ചിനീയർമാരെ വേണം, ഡോക്ടർമാരെ വേണം, അഡ്മിനിസ്ട്രേഷനുള്ള ആൾക്കാരെ വേണം. അഡ്മിനിസ്ട്രേഷൻ്റെ മേഖലയിലുള്ള ആൾക്കാർക്കുള്ള ട്രെയിനിങ് ഇന്ത്യയിൽ അവർ കൊടുക്കരുത്. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ നിയമം അതുകൊണ്ട് IFS, IPS, IAS എന്ന് പറയുന്ന തരത്തിലുള്ള എല്ലാ എക്സാമിനേഷനും അതിൻ്റെ ഭരണവും പഠിപ്പിക്കുന്നത് നിങ്ങളുണ്ടായിരുന്നു. ഈ ചെയ്തിരുന്ന സാധനം അതിനുള്ള സിസ്റ്റം കാര്യങ്ങളാണ് അവരുണ്ടാക്കിയത്. അവരുണ്ടാക്കിയുമ്പോൾ തന്നെയും അവരെല്ലായിടും ഉണ്ടാക്കിയിട്ടില്ലെന്നും നമ്മളറിയാം. നിങ്ങളുടെ നേരിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിച്ചിരുന്നത് മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസി, ബംഗാൾ കോൺസ്റ്റിറ്റ്യുവൻസി, മഹാരാഷ്ട്രയിലെ കോൺസ്റ്റിറ്റ്യുവൻസി, പിന്നെ അവസാനമാണ് അവർ ഡൽഹിയിലെത്തുന്നത്. ഈ 4 സ്ഥലത്തേ അവരുള്ളൂ. അല്ല ബാക്കിയുള്ളതെല്ലാം രാജാക്കന്മാർ തന്നെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ 400 ചില്ലാനും നാട്ടുരാജാക്കന്മാരെ എല്ലാം ഓടിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടാക്കിയത്. അല്ല അതിനു മുമ്പ് ഇങ്ങനെ ഇന്ത്യ ഒന്നുമില്ല, ഒരു ഭൂമിയാണ് ഉള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യ ആയിട്ട് മാറുന്ന ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഒരൊറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റവും ഇന്ത്യൻ രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റവും ഉപയോഗിച്ച് ഭരിക്കുന്ന സംവിധാനം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 1947 അല്ലെങ്കിൽ 50 നമുക്ക് ജനുവരി എടുക്കാം, അത് മാത്രം മതി. മറ്റേ ഭരണഘടനയില്ല, ഭരണഘടനയുണ്ട്. ഇതെല്ലാമായിട്ട് നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവർ ഈ മുന്നേ വരുന്നത് രാജാവിൻ്റെ പ്രജയല്ല പൗരനാണെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? പോലീസുകാർ അറിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും പോലീസുകാർ അറിഞ്ഞിട്ടേ. വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നവർ അറിഞ്ഞിട്ടുണ്ട്, അവരറിഞ്ഞിട്ടില്ല. കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരറിഞ്ഞിട്ടുണ്ട്, അവരറിഞ്ഞിട്ടില്ല. ചീഫ് സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ത്യയിലുള്ള ഭരണം എന്ന് നമ്മൾ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനം. പക്ഷെ നമ്മൾ ഗവൺമെന്റ് എന്താണെന്നാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? ജനാധിപത്യ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. എന്നിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? നമ്മുടെ ജനപ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഇത്രയും പേർക്ക് കൂടെ ഒന്നിച്ചു പോയി കാര്യം തീരുമാനിക്കാനായിട്ട് ഇവിടുന്ന് ഒരാളെ വിടാന്ന് തീരുമാനിച്ചു. ഇവരെല്ലാവരും പോയി ഇരിക്കുന്നത് എവിടെയാണ്? ഇവരെല്ലാവരും കൂടെ പോയിരിക്കുന്നത് ഈ രാജകൊട്ടാരങ്ങളിലാണ്. നമ്മളറിയണം. അവരാരും മോശം, നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടവരാണ് ഇവർ മുഴുവൻ, ജനപ്രതിനിധികളെയാണ് നമ്മൾ വിട്ടത്. പക്ഷെ അവർ ഇരിക്കുന്നത് മുഴുവനും രാജാവിൻ്റെ കൊട്ടാരങ്ങളിലാണ്. എന്നാൽ ഭരിക്കുന്ന അവിടെ ആയിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ മുറി എന്തിനുണ്ടാക്കി, അല്ലെങ്കിൽ കൊട്ടാരം എന്തിനാണ് ഉണ്ടാക്കിയത്? ജനങ്ങളെന്ന് പറയുന്നവരെ ചെറുതാക്കാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. അവർ ചെറുതാണ്, ഞാൻ വലിയ ആളാണ് എന്ന് നമ്മളെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് വലിയ മുറി, വലിയ മേശ, വലിയ കസേര, വളച്ചുവാതിൽ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ ചെറുതാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജനപ്രതിനിധി അവിടെ പോയിരുന്നാൽ അയാൾക്ക് വേറൊന്നും സംഭവിക്കത്തില്ല. അയാൾ ഈ രാജാവിനെ പോലെ ഇരിക്കാനേ പിന്നെ പറ്റത്തുള്ളൂ. എന്ന് അവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ മ്യൂസിയം ആക്കണം എന്ന് പറയുമ്പോൾ സ്കൂളും കോളേജും മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റ് മ്യൂസിയം നിലനിൽക്കുന്ന സിസ്റ്റം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത്, ട്രെയിനിങ് തരുന്നത്
നമ്മുടെ കയ്യിൽ തരുന്ന ആയുധം എന്ന് പറയുന്നത് ഒരു വടിയോ വാളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തോക്കോ തന്നിട്ട് അയലത്തുള്ളവരെ ആയിട്ട് ഇണങ്ങി ജീവിക്കാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ അറിയും. വടി, വാള്, തോക്ക്, ഈ മൂന്ന് വെച്ചിട്ട് വേണം നിങ്ങൾ അയലത്തുകാരനെ അയലത്ത് ആണും പെണ്ണും ആണെങ്കിൽ പ്രണയിക്കണം. ഇത് മൂന്ന് ഉപയോഗിക്കണം. അപ്പോൾ അവനെയോ അവിടെ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുക ഒറ്റ വെടി. എന്നിട്ട് വെടി വെച്ചെടുത്തിട്ട് ഇനി പ്രണയം ആരംഭിക്കാം. പറ്റുമോ? അടുത്ത് കിട്ടിയാൽ വെട്ടും. പറ്റുമോ? പ്രണയിക്കാൻ പറ്റുമോ? ഇത് നമ്മളിപ്പോൾ അന്വേഷിച്ചിട്ട് ഈ നിൽക്കുന്ന വില്ലേജ് ഓഫീസായാലും പോലീസ് സ്റ്റേഷൻ ആയാലും ഈ സെക്രട്ടേറിയറ്റ് ആയാലും കളക്ടറേറ്റ് ആയാലും ഇതെല്ലാം വെടിവെക്കാനും കൊല്ലാനും നമ്മളെ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, രാജാവിൻ്റെ ഉപകരണങ്ങൾ. അതുകൊണ്ടാണ് പോലീസിങ് എന്ന് പറയുന്നത്. ഞാൻ മുകളിലിരുന്ന് താഴോട്ട് നോക്കുന്ന എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കിങ്കരന്മാരെയാണ് പോലീസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ നാട്ടിലെ ഗുണ്ടയുടെ കയ്യാളികളാണ് പോലീസ്. അവരാണ് നമ്മളെ എടുത്ത് സഹായിക്കേണ്ട. ആരെ സഹായിക്കണം? പൗരന്മാരെ സഹായിക്കാനുള്ളത് ഈ ഗുണ്ട പോലീസാണ്. പോലീസുകാർ മോശമായിട്ടാണ് ഒന്നുമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തവരാണ് അവർ മുഴുവൻ പേരും. ഈ സെക്രട്ടറിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോയവർ മാത്രമാണ് ഇരിക്കുന്നത്. നിയമസഭയിലും ലോക്സഭയിലും ഇരിക്കുന്നത് നമ്മുടെ ഇടയിലെ ജനപ്രതിനിധികളാണ് ഇരിക്കുന്നത്. പക്ഷെ ഇരിക്കുന്നത് മുഴുവനും കീഴ്പ്പെടുത്താനും ഭരിക്കാനുള്ള സംവിധാനത്തിലാണ്. അപ്പം നമ്മൾ നേരത്തെ ഘടന എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്, കാറ് വരുമ്പോൾ കാളവണ്ടി മാറി എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിസ്റ്റത്തിൽ ഉണ്ടായില്ല. ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നായിരുന്നു. അതിനെയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഉണ്ടാക്കി ഇപ്പൊ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് മൂന്ന് അവിടെ ഇരിക്കുമ്പോഴും വില്ലേജ് ഓഫീസ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, തഹസീൽദാരുടെ ഓഫീസ് അവിടെ ഇരിപ്പുണ്ട്, കളക്ടറേറ്റ് അവിടെ ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ സംവിധാനം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭരണം നടക്കാൻ ഇവർ വേണ്ട. അടുത്ത 20 വർഷം ഇന്ത്യയിലൊരു ഇലക്ഷൻ നടന്നില്ലേ? ഭരണം നടക്കത്തില്ലേ? ഭരണം നടക്കും. ഭരണമാണ് നടക്കുന്നതെന്ന് അറിയണം. അതിന് ഈ ബ്രിട്ടീഷുകാർ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. രാജാക്കന്മാരെ മാറ്റിയോണ്ട് ഒരു കാര്യമില്ല. കാര്യമുണ്ട് യഥാർത്ഥത്തിൽ സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട്. അതിനകത്ത് കയറിയിരിക്കുന്നവർ മുഴുവൻ ഭരിക്കുന്നവർ. അപ്പൊ ഈ ഭരണം ഉറപ്പാക്കുക എന്ന് പറയുന്നതിന് ജനാധിപത്യത്തിനകത്ത് ഒരു ആവശ്യമില്ല. അത് ഒരു വോട്ട് കൂടുതൽ വേണം. അതാണ് ഉണ്ടായത്. നിങ്ങളല്ലേ ആ ചോദ്യം ചോദിച്ചത്? ഒരു വോട്ട് കൂടുതൽ വേണം എന്ന് കണ്ടുപിടിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആകില്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുത്ത എല്ലാവരും ഇവിടെ ജയിക്കാൻ ഒരു വോട്ട് കൂടുതൽ വേണമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ ഈ ആളുകളെ എല്ലാം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞ സിസ്റ്റം. അപ്പൊ പോയി അമ്പലത്തിലും പള്ളിയിലും പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. പള്ളിയിലെ അമ്പലത്തിലും ഒക്കെ കാണിക്ക ഇടുന്നത്. ദൈവത്തിനെ നമ്മൾ ഇണക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശിട്ടാൽ മാത്രമേ, പാലൊക്കെ കൊടുത്ത് ഇണക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാശിടണം. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വിദ്വാനാണ്. അയാളെ ഒന്ന് ഇണക്കി കഴിഞ്ഞാൽ രാജാവിനെ മുഖം കാണിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് മുഖം ഇങ്ങനെയൊക്കെ ചരിഞ്ഞ് കിടന്ന് നോക്കുക ആൾക്കാർ. അവിടെ ഇങ്ങോട്ട് നോക്കുകയാണല്ലോ കഥ തുറന്നപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അതിനെ ഒന്ന് ഇണക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നേരെ. ഇത് ഇങ്ങനെയായിരുന്നു നമുക്ക്. പക്ഷെ ഈ ഉണ്ടാകുന്ന കാശെല്ലാം രാജാവിന് പോകുമായിരുന്നു. നമ്മൾ കാണിക്കിടുന്ന പൈസ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ ആണെങ്കിൽ ദിവസം എന്നതിന് പറയും. ആ കാശ് അങ്ങ് രാജാവിന് പോകും. അപ്പൊ രാജാവിന് ആദ്യം പോകുന്ന കാശ് ഏതാണ്? രാജാവിന് ആദ്യം പോകുന്ന കാശ് എന്ന് പറയുന്നത് ടാക്സ് എന്ന് പറഞ്ഞ ചുങ്കം പിരിക്കുന്ന വഴിയാണ്. എന്നാൽ ചുങ്കം പിരിക്കുന്നത് എങ്ങനെയാണ്? സംഘമായിട്ട് കലികയിലിരിക്കും. അപ്പൊ വഴുതനങ്ങയും കൊണ്ട് പോകുന്നവൻ വെള്ളരിക്ക വിൽക്കുന്നവനും തമ്മിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പൊ അതിനകത്ത് 2 തക്കാളിക്ക് ഇവിടെ വയ്ക്കും.
2 വെള്ളരിക്ക ഇവിടെ വെക്കുന്ന പറയുന്ന കുണ്ടാസംഘത്തിനെയാണ് നമ്മൾ ഈ രാജാവ് എന്ന് പറയുന്നത്. അതാണ് ഈ ചുങ്കം. അപ്പൊ നോക്കുകൂലി മേടിച്ചിരുന്ന വിദ്വാൻമാരാണ് നമ്മൾ ഈ രാജാവ് എന്ന് പറഞ്ഞു പോയത്. അല്ല വേറെ ആരുമല്ല, അവരുടെ ആവശ്യത്തിന്. അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് ഒരു പങ്ക് മേടിച്ച് കൊട്ടാരത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആവശ്യങ്ങളാണ് നമ്മളെ ചെറുതാക്കി നിർത്തുക എന്ന് പറയുന്ന സംവിധാനം മുഴുവനും, അനുസരണ പഠിപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനം മുഴുവനും. അനുസരണ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് പള്ളി, അമ്പലമല്ല. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമസ്കരിക്കാനും നിസ്കരിക്കാനാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ജനതയെ ഉണ്ടാക്കുന്നതിനെയാണ് പ്രജയെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഭരണഘടന ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ത് പറ്റും? പൗരനാകും. പ്രജയും പൗരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രജയ്ക്ക് 2 കാര്യം പറയാം. ലോയൽറ്റി, കൂറ്. നിനക്ക് ആരോടാണ് കൂറ്? വീട്ടിൽ എപ്പോഴും പിള്ളേരോട് ചോദിക്കും, അച്ഛനോടാണോ കൂറ്, അമ്മയോടാണോ കൂറെന്ന് ചോദിക്കും. അങ്ങനെ പിള്ളേർ വിഷമിച്ചിങ്ങനെ നിൽക്കും. ഇപ്പൊ ആരോട് എന്ത് പറഞ്ഞാലും നമുക്ക് നാട്ടാവും. പക്ഷെ ഈ ചോദ്യം പോലെ തന്നെയാണ് ഈ കൂറ് പ്രഖ്യാപനം. അങ്ങനെ കൂറ് ഉള്ള രാജാവിന് കൂറ് പ്രഖ്യാപിക്കണം, ലോയൽറ്റി വേണം. അടുത്തത് എന്താ വേണ്ട? തിരുവായ്ക്ക് എതിർവായില്ല, പറഞ്ഞതനുസരിക്കണം. ആ പറഞ്ഞാലനുസരിക്കുന്നതാണ് പഠിപ്പിച്ചത്. അപ്പൊ എല്ലാ വീട്ടിലും പഠിപ്പിക്കുന്നത് എന്താണ്? അനുസരണയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അനുസരിക്കാനായിട്ട് പഠിപ്പിക്കുന്നതിനുള്ള സിസ്റ്റമാണ് അമ്പലവും പള്ളിയല്ല. അവിടെ പോയി വണങ്ങി കാലയിലെ കമന്ന് വീണ് കാലയിലെ തൊട്ട് നമസ്കരിച്ച് എന്നിട്ടോ സത്യം പറയണം. ആരാണ് ഈ സത്യം പറയണ്ടേ? അനുസരണയുള്ളവനാണ് സത്യം പറയണ്ടേ. അച്ഛനും അമ്മയൊക്കെ നമ്മളടുത്ത് എന്ത് പറയും? അയാള് കടം ചോദിച്ച അയാള് വരുവാണ്, ഞാൻ എന്നോട് ഇല്ലെന്നു പറഞ്ഞേരെ എന്ന് പറയും. അപ്പൊ അച്ഛൻ പത്തായത്തിലില്ലെന്ന് കുട്ടി പറഞ്ഞ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. സത്യം ആര് പറയണം എന്നുള്ളതാണ്. സത്യം പ്രജ പറഞ്ഞാൽ ഭരിക്കുന്നവർക്ക് സൗകര്യമാണ്. അതുകൊണ്ടാണ് സത്യം പറയണത്. അല്ല, സത്യം പറഞ്ഞാൽ വെള്ളത്തിലാകുന്നു അച്ഛന്മാര് നമ്മളടുത്ത് പറയത്തില്ലേ, വരുമ്പോൾ പറയരുത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരേ ആണ്. വിനയം വേണം എന്ന് പറയുന്ന രാജാവ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവോ? ഇതുവരെ ചെയ്തിട്ടില്ല. ഗുരുക്കന്മാരാരെങ്കിലും നമ്മളെ കാണാൻ വേണ്ടി നിൽക്കുവോ? എണീക്കത്തില്ല. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇത് പഠിപ്പിക്കുന്ന മുഴുവനും ഈ മേലുകീഴിലുള്ള സംവിധാനത്തിനകത്തെ പ്രജയാകാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കിട്ടി ഈ സ്ഥാപനങ്ങളിനകത്തേക്ക് കടന്നു വരുന്ന ആൾക്കാർ കടന്നു വരുമ്പോ ഇത് പ്രജയല്ല പൗരനാണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല, ജഡ്ജിയില്ല, പോലീസ് ഒന്നുമില്ല. ഇനി പോയ വിദ്വാനോ അവനാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും അവകാശമാണെന്ന്. പൗരന്റെ വ്യത്യാസം എന്താണ്? അവന് ഉത്തരവാദിത്വം ഉണ്ടാവും, അവകാശം ഉണ്ടാവും, അറിഞ്ഞ് പ്രവർത്തിക്കാൻ ബാധ്യത വരും. അനുസരണയല്ല, തെരഞ്ഞെടുക്കണം. കടമകൾ. ആ കടമ എന്ന് പറയുന്നത് പ്രജയ്ക്കുണ്ട്. പക്ഷെ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇൻഫോംഡ് കൺസെന്റ്. കൺസെന്റ് നമ്മൾ കൊടുക്കണം. നമ്മുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അറിഞ്ഞു കൊടുക്കണം. ഈ ആളുകളെ ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നടന്നതുപോലെ നമ്മുടെ ക്ലാസ് റൂമിലും നടന്നിട്ട് അവിടെ കാണാതെ പഠിച്ച് ബ്രിട്ടീഷുകാർ സ്കൂളുണ്ടാക്കി നമ്മളെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലാസ് റൂം എല്ലാവരും അതിനകത്ത് ചേർന്ന്. ആരൊക്കെയാ എല്ലാവരും എന്ന് പറയുന്നത്? പല വ്യത്യസ്തമായ ജാതികളിലും മതങ്ങളിലും ഇരുന്ന ആൾക്കാർ അവരവരുടെ സ്കൂളിനകത്ത് ഉണ്ടാക്കി അതിനകത്തു നിന്ന് ഭരണപങ്കാളിത്തം ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി തല പൊട്ടിക്കുന്നത്. 7ാം ക്ലാസ് പാസ്സായാൽ ഉദ്യോഗസ്ഥനാകാം. അത് ഭയങ്കര പ്രാധാന്യമായിരുന്നു 7ാം. പിന്നീട് നമുക്ക് അറിഞ്ഞൂടാതെ 10ാം ക്ലാസ് പാസ്സായാൽ ഈ താഴത്തെ തട്ടിലുള്ള സകല ക്ലർക്കന്മാരും ആകും. അതോടാണ് 10ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യം. ഇപ്പോൾ നമുക്ക് എന്തിനാണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാതെ വെറുതെ 10ാം ക്ലാസ് പാസ്സായോ എന്നൊക്കെ ചോദിക്കും. 10ാം ക്ലാസ് പാസ്സായോ ഒന്നിനും ഇല്ല. പക്ഷെ ജോലിയായിട്ട് ഈ ഗവൺമെന്റിന്റെ സർവീസിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് BA BSc പഠിച്ചാൽ
ഈ ഉദ്യോഗസ്ഥന്മാരുടെ ലോകത്ത്. അതിന് മേപ്പോട്ട് ഞാൻ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാം. അപ്പം ഇങ്ങനെ ഈ ഭരണ പങ്കാളിത്തത്തിനകത്ത് ചേരാൻ പറ്റുമെന്ന് ഓരോ വിഭാഗവും അറിയുന്നതുകൊണ്ടാണ് അവരുടെ വിഭാഗത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസ് റൂമാണ് ഉണ്ടാക്കുന്നത്. ആ ക്ലാസ് റൂം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഭരണ സൗകര്യത്തിന് അതിന് ആ സിസ്റ്റത്തിനകത്ത് എൻട്രി ചെയ്ത് അതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന ആളുകളെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസമായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിനകത്ത് രാഷ്ട്രീയം പാടില്ല. നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെ പറയും, രാഷ്ട്രീയം പാടില്ല. പക്ഷെ 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കണം. ഇത് എവിടെ നിന്ന് പഠിക്കുന്നു? സ്കൂളില് പഠിപ്പിക്കത്തില്ല, വീട്ടിൽ മാറി. പിന്നെ എവിടെ നിന്നായി പഠിക്കുന്നത്? അച്ഛനും അമ്മയും വോട്ടിടുന്നിടത്ത് നമ്മൾ ഇടും. അപ്പൊ അറിഞ്ഞു പ്രവർത്തിക്കുന്ന പൗരനുണ്ടാകുന്ന പണിയും ചെയ്തില്ല, നമുക്ക് ഈ പറയുന്ന പണിയാണ് നമ്മൾ ചെയ്തത്. ഇത് കണ്ട രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഉറക്കെയൊക്കെ പറഞ്ഞാൽ വോട്ട് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. കാരണം ഈ ജനതയ്ക്ക് പൗരരായിട്ടില്ല, അതിങ്ങനെ സംഭവം നടന്നിട്ടില്ല. കാണിക്കയിട്ട പണം മുഴുവനും രാജാവ് മേടിച്ചോണ്ട് പോകുമായിരുന്നു. ആ കാശ് മുഴുവനും ഈ മത നേതാക്കളുടെ കയ്യിലായി. അപ്പം മത നേതാക്കൾ മുഴുവൻ ഭയങ്കര ധനമുള്ളവരായി. അപ്പം അവർ വലിയ മുതലാളിമാരായി. അവരുടെ ഫാക്ടറിയാണ് അമ്പലവും പള്ളിയല്ല. അവിടുന്ന് വരുമാനം ഉണ്ടാക്കി നിർണ്ണയിക്കാൻ പറ്റുന്ന ടെമ്പിൾ ബിസിനസ് എന്നാണ്. അതെൻ്റെ ഒരു ചേട്ടൻ്റെ മോൻ ഇന്ത്യയിൽ വന്നപ്പോഴാണ് അവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ടു വന്നത്. അവൻ ശബരിമല പോയി. അവൻ ആ കണ്ടത് കൺവെയർ ബെൽറ്റിൽ കൂടെ കാശ് പോയി. അപ്പം അവന് തിരിച്ചു വന്നിട്ട് അപ്പം അവൻ ആശ്ചര്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അവൻ ആദ്യം പറഞ്ഞത് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ടെമ്പിൾ, ഇറ്റ്സ് ദ ബെസ്റ്റ് ബിസിനസ് ഇൻ. അവനിങ്ങനെ കണ്ടിട്ടില്ല, ആളുകളിങ്ങനെ എറിയുമല്ലോ, പൈസ ഇങ്ങനെ എറിയുക. അപ്പോൾ അതിങ്ങനെ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇത് സംഭവങ്ങളാണ്. അവനത് ബാങ്കിങ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന് മനസ്സിലായി ഇതൊന്നും വേണ്ട, ഇതിനേക്കാളും നല്ല ബിസിനസ് ഇതാണ്. അങ്ങനെ ടെമ്പിൾ ബിസിനസ് കൃത്യമായി. എന്തുകൊണ്ട് ഈ പണം പിന്നെ മേപ്പോട്ട് പോകണ്ട, അതവിടെ ആയി. കാരണം തല പോയ ശരീരമാണ് ഈ ഇരിക്കുന്നത്. രാജാവിനെ മാറ്റി നമ്മൾ. പക്ഷെ ഈ സിസ്റ്റം ഇവിടെ തന്നെ. ഈ സിസ്റ്റത്തിനകത്തേക്ക് ജനാധിപത്യത്തിനകത്ത്, ജനാധിപത്യം എന്നുള്ള വാക്ക് തന്നെ തെറ്റ, ജനകീയമായ ഒരു സംവിധാനത്തിനകത്തേക്ക് കടന്നു വരുന്ന ആളുകൾ അതിന് ട്രെയിനിങ് കിട്ടി പഠിച്ചേ പറ്റൂ, പൗരരാകേണ്ടതുണ്ട്. അത് നമുക്ക് ഇതുവരെ ക്ലാസ് റൂമിൽ ഭരണഘടന വായിച്ചിട്ടില്ലാത്തതുകൊണ്ടും പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടും നമുക്ക് ആർക്കും അറിയണ്ട. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ ഒരൊറ്റ കാര്യമാണ്. നേരത്തെ പഠിപ്പിച്ച സാധനം തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ടുപിടിച്ചു ഇതെങ്ങാനും പറഞ്ഞ് കുഴപ്പമാക്കിയാൽ വോട്ട് പോവും. ആദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് എല്ലാവരും കൂടെ എങ്ങനെയാണ്, ഒരു കപ്പൽ തകർന്നാൽ വള്ളം എല്ലാവരും കൂടെ വഴിഞ്ഞ് വള്ളത്തിൽ കയറും, അതിനകത്തുള്ള കപ്പൽ. പക്ഷെ കയറി ഇരുന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഇയാളാരാണെന്ന് ആലോചിക്കുന്നത്, ഇപ്പത്തിരിക്കുന്നത് ആരായിരുന്നു ഇങ്ങനെ നോക്കുന്ന ഒരു സമയം. ബ്രിട്ടീഷുകാരൻ പൊയ്ക്കഴിയുന്ന പോലെയാണ്, കപ്പൽ മുങ്ങുന്ന പോലെയാണ് ഈ ബ്രിട്ടീഷുകാർ പോകുന്നത്. എല്ലാവരും വള്ളത്തിലാണ്. അപ്പൊ വള്ളത്തിൽ കയറി നമ്മുടെ കൂടിയിരിക്കുന്നവൻ നമ്മുടെ ആളല്ലെന്ന് എല്ലാവരും കണ്ടുപിടിച്ചു. അതാണ് പിന്നെ. അപ്പോൾ മുഴുവൻ പേരും ബ്രിട്ടീഷുകാരങ്ങ് പോയി പൊതുശത്രു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇത് ചെയ്യണമെങ്കിൽ ഇടതുവയസ്സും വലതുവയസ്സും ഇരിക്കുന്ന ആരാന്ന് മനസ്സിലായപ്പോൾ ഇവൻ എൻ്റെ കൂടെ കയറി, ഇവനെ പണ്ടേ ഞാൻ എൻ്റെ അച്ഛനെ, അവൻ്റെ അച്ഛനെ ഞാൻ നോക്കിയിരുന്നു, അവനെ ഞാൻ പഠിപ്പിച്ചിരുന്നു, ഇങ്ങനെ കാണുന്ന ഒരു ലോകം. ഇത് പിന്നീട് ആരെങ്കിലും കണ്ടുപിടിച്ചൊന്നുമല്ല. ഇവിടെ ഇരുന്ന അവസ്ഥയെ ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായപ്പോൾ ഈ മതനേതാക്കളുടെ കയ്യിൽ മുഴുവൻ പണം ഉണ്ടാക്കുകയും പൗരന്മാരെ ഉണ്ടാക്കുന്ന ക്ലാസ് റൂം വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ വോട്ട് വേണം എന്ന് വിചാരിച്ചാൽ ഈ ആൾക്കാരെ അങ്ങനെ തന്നെ നിർത്തുന്നത് നല്ലതെന്ന് സകല രാഷ്ട്രീയ പാർട്ടിക്കാരും പഠിച്ചു. അപ്പൊ ആളുകൾ ഒരിടത്ത് നിന്ന് ഇപ്പൊ എന്നെ ഇവിടുത്തെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി നിർത്തി ജയിപ്പിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നത്?
തലകുത്തി എന്ന് വിചാരിച്ചാല് 500 വോട്ടൊക്കെ ചിലപ്പോ പിടിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില സ്ഥലത്തൊക്കെ നിർത്തിയ എനിക്ക് കുറച്ചുകൂടെ വോട്ട് കിട്ടും. പക്ഷെ അത് ജനാധിപത്യ വോട്ടല്ല, നമ്മുടെ വോട്ടാണ്. ഞങ്ങളെന്ന് പറയുന്നത് പണ്ടേ ആരൊക്കെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് നമ്മൾ നേരത്തെ ഇരിക്കുന്നത്. നമ്മുടെ ആൾക്കാരെ നിർത്തിയാൽ വോട്ട് കൊടുക്കും എന്ന് പറയുന്ന ആൾക്കാരായി തുടങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ പഠിച്ച് ഇത് ഒരു വോട്ട് ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭരിക്കാനാകത്തില്ല. നിങ്ങൾ എന്തെല്ലാം കുന്നം പറഞ്ഞാലും ശരി, ധീരശൂര പരാക്രമിയാണ് എന്റെ നെഞ്ചൊക്കെ കാണിക്കാന്ന് പറഞ്ഞാലും ശരി, റോഡിൽ നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റും. ഒരു വോട്ട് കൂടുതൽ വേണം. അപ്പൊ ഒരു വോട്ട് കൂടുതൽ വേണമെന്ന് കണ്ടുപിടിച്ചതോടെ നമ്മുടെ ആൾക്കാരെ നിർത്തിയാൽ രക്ഷയുള്ളെന്ന് എല്ലാവരും വിളിച്ചു. അതുകൊണ്ട് ഓരോ പ്രദേശത്ത് ആരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിയവരുടെ റെപ്രസെന്റേറ്റീവ്സിനെയാണ് പിന്നെ നിർത്തുന്നത്. അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ ആളുകൾ പറയും, നമ്മുടെ ഇവിടെ യുക്തിവാദിയായിരിക്കുന്ന ആരൊക്കെയായിരുന്നു ഇവിടുത്തെ യുക്തിവാദികൾ, അവരിങ്ങനെ പറയും, ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഈ ജാതി മതമൊക്കെ ഉണ്ടാക്കുന്നത്, അവന്മാരാണ്. അങ്ങനല്ല, വോട്ട് വേണം അവർക്ക്, ഒരു വോട്ട് അധികം വേണം. അപ്പൊ ഏത് പ്രദേശത്ത് ഏത് വിഭാഗമാണ് ഒന്നിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അത് നമുക്ക് സെൻസസ് എടുക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇന്ന ആളിനെ നിർത്തിയാലേ രക്ഷയുള്ളൂ. പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് പിന്നാലെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ബ്രിട്ടീഷുകാരെ ഓടിച്ചിരുന്ന സമയത്തൊക്കെ എല്ലാവരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതിനെയാണ് നമ്മൾ മൂല്യച്യുതി എന്നൊക്കെ പറഞ്ഞ് സുമാരഴിക്കോടൊക്കെ കിടന്ന് ബഹളം വെച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഇവിടെ മൂല്യച്യുതി ബാധിച്ചു. ഒന്നുമില്ല, ഇവിടെ ഉള്ള മൂല്യത്തിനായിരുന്നത്. ആകെ ഉണ്ടായിരുന്ന ഈ പൊതുശത്രു അവിടെ നിന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ആൾക്കാരല്ലാത്തവരുടെ കയ്യിലൊക്കെ പിടിച്ച് ആ കപ്പലിരുന്ന് വള്ളത്തെ കയറുന്നവരെ ആയിരുന്നു നമ്മുടെ ആൾക്കാരെയൊക്കെ. ആര് കൈ നീട്ടിയാലും നമ്മൾ വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ കൈ പിടിക്കും നമ്മൾ. അതല്ല, നിന്റെ കയ്യെ ഞാൻ പിടിക്കത്തില്ല. കല്യാണം കഴിക്കുന്ന നേരത്ത് ഇത് കൈ മാറിപ്പോയാൽ സമ്മതിക്കത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്കാരാകണമെന്നുണ്ടെങ്കിൽ ഭരണഘടന വായിച്ച് പഠിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന പണിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ തുടങ്ങിയില്ല. നമ്മളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മേലുകീഴുള്ള സിസ്റ്റത്തിനകത്താണ് നമ്മളെല്ലാവരും പഠിച്ച് കയറിയിരിക്കുന്നത്. അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സംഭവം, അതിനനുസരിച്ചേ പെരുമാറാനൊക്കെ തരും. അത് MLA ആണോ മൂത്തത്, മേയറാണോ മൂത്തത്, മന്ത്രിയാണോ മൂത്തത് എന്നുള്ള പ്രശ്നമാണ്. ഭയങ്കര പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റണം, നിങ്ങൾ ഒന്ന് കാണണം, അടിയെന്ന് തുടങ്ങും. ഈ സാധനങ്ങളാണ് നമ്മളെ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 4 തലമുറയായിട്ട് ക്ലാസ് റൂം നമ്മൾ അനക്കിയിട്ടില്ല, പഞ്ചായത്ത് തൊട്ട് സെക്രട്ടേറിയറ്റ് വരെ നമ്മൾ അനക്കിയിട്ടില്ല, ഒരു സിസ്റ്റവും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊന്നും കണ്ടുപിടിക്കാതെ നമ്മൾ നന്നാകും എന്ന് വിചാരിച്ച് കാത്തിരിക്കുക. എന്താ നമ്മൾ ചെയ്യുന്നേ? നമ്മുടെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിട്ട് നന്നാകും എന്ന് വിചാരിച്ചിട്ട് അവരാര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഇലക്ഷനിൽ നിന്ന് ജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളത്തിലായി. ഇതുകൊണ്ടാണ് അന്ധവിശ്വാസം വലിയ തൊട്ടാ കുഴപ്പമാണെന്ന്. തുടങ്ങിയ കാലത്ത് ആദ്യത്തെ ഭരണത്തിനകത്ത് നന്നാകുന്നതിനെ പറ്റിയുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഭൂവൽക്കരണം ആരംഭിക്കുകയും വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അത് പൊള്ളുന്ന കാര്യം വിമോചന സമരമാണ് ഉണ്ടായത്. ആ വിമോചന സമരം ഉണ്ടാകുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്നറിയുന്നതുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കണം എന്ന് പറയുന്ന യുക്തിക്കകത്താണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളെല്ലാം ഇലക്ഷന് എന്താണ്? അഴിമതിയില്ല, അങ്ങനെയാണ്. അഴിമതിയില്ല, സംശുദ്ധ ഭരണ നേതാക്കന്മാരെയാണ് നമ്മൾ തരുന്നത്. ഞാൻ സംശുദ്ധ, ഞാൻ അഴിമതി ഇല്ലാതിരിക്കുന്ന ഞാൻ, അത് ക്വാളിറ്റി എന്നാണ്. അഴിമതി ചെയ്യുന്നതാണ് എല്ലാവരും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഗുണമാണത് അഴിമതി ചെയ്യാത്ത ആളാണെന്ന് പറയുന്നത് ആൾക്കാർ. ഇത് വളരെ സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിനകത്ത് അഴിമതി ചെയ്തുകൂടാ, അല്ലാതെ അതൊരു ക്വാളിറ്റി അല്ല. പക്ഷെ നമ്മൾ അത് ക്വാളിറ്റിയായി കാണുന്നിടത്താണ് നമ്മളിപ്പോൾ. അപ്പൊ ഞാനൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ സംശുദ്ധ ഭരണക്കാരനായിരുന്നു. നമുക്കിപ്പോ ഈ സംഭവം പറഞ്ഞൂടാ.
അപ്പൊ ഈ നല്ല ആളുകള്, നേരത്തെ ഞാൻ പ്രണയിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ നമ്മുടെ ഇവിടെ നിങ്ങളെല്ലാം നല്ല ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളവരാണ് അല്ലേ? അല്ലെങ്കിൽ എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കത്തേയില്ല. നിങ്ങളുടെ കയ്യിലെല്ലാം തോക്കായിരിക്കുന്നെങ്കിൽ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നല്ല വെടിവെക്കുമോ? നല്ല വെടിവെക്കുന്ന ഒരാളില്ല കൊല്ലാനെ വെടിവെക്കും. അതുകൊണ്ട് സംശുദ്ധ ഭരണക്കാരന് അഴിമതി ഇല്ലാത്തവൻ വെടിവെച്ചാലും ചാകുന്ന അറിയാം. ഈ സിസ്റ്റം മാറ്റാതെ നമ്മൾ ഇനി തലകുത്തി നിന്ന് ആരെ തിരഞ്ഞെടുത്താലും ഒരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നല്ല രാജാവില്ലെന്ന് അറിയുന്നത്, അല്ല നല്ല രാജാവ് ചീത്ത രാജാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. ആരുടെ കയ്യിലും വാള് കൊടുത്താലും ആരുടെ കയ്യില് തോക്ക് കൊടുത്താലും അത് വെച്ച് വെടിവെക്കുകയോ വെട്ടുകയോ ചെയ്താൽ നമ്മളെല്ലാം ചത്തു. അല്ല നല്ല ആള് വെടിവെച്ചാൽ ചാകാത്ത വെടി എന്ന് പറഞ്ഞ സംഭവം ഇത്രയും നമ്മൾ അറിയുന്നത്. സിസ്റ്റം മാറ്റാതെ നമ്മളെല്ലാവരും കൂടെ ഇതിങ്ങനെ താനേ മാറും എന്ന് വിചാരം. ഇപ്പൊ എല്ലാ തവണയും നമ്മൾ ഈ എത്ര വർഷമായിട്ട് നമ്മളിപ്പോ ഇലക്ഷൻ ചെയ്ത് ആൾക്കാരെ മാറ്റി 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 നമ്മൾ വെച്ചു നോക്കും. എല്ലാവരും പറയും ഞങ്ങൾ അഴിമതി ചെയ്യത്തില്ല, അതാണ് ആകെയുള്ള വാഗ്ദാനം. അതല്ലാതെ ആര് വിചാരിച്ചാലും നമ്മളെല്ലാവരും ഇത്രയും പേരെയും കൂടെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുത്തിയാലും നമ്മളെല്ലാവരും വെടിവെക്കും. കാരണം അത് ആ സിസ്റ്റം അതിങ്ങനെ രണ്ടാമത് താഴെ കാണാനായിട്ട് പഠിപ്പിക്കും. ഭരിക്കാനും വേണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ ജനാധിപത്യത്തിൽ എന്താണ് ഇല്ലാത്തത്? ഭരണമാണില്ലാത്തത്. പിന്നെ എന്താണുള്ളത്? ഈ ക്രമീകരണമാണ്. അപ്പൊ ഭരണഘടനയാണോ നമുക്ക് വേണ്ടത്? അല്ല, ക്രമീകരണ ഘടനയാണ്. ഭരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ക്രമീകരണം എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചുങ്കം മേടിച്ച് അത് പിന്നെ ടാക്സ് എന്ന് വിളിച്ച് ടാക്സ് മേടിച്ച് കൊട്ടാരം ഉണ്ടാക്കുന്നതിന് പകരം ഈ റോഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നിടത്തേക്ക് മാറുമ്പോൾ അതിനെയാണ് ക്രമീകരണം. ഈ ക്രമീകരണത്തിന് പകരം ഭരണം തുടർന്നുകൊണ്ടിരുന്നാൽ ആര് വിചാരിച്ചാലും അറിയാം. ഇത്രയാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് മനസ്സിലാക്കിയത്. ഘടനാപരമായി മാറ്റം വരും. പൗരബോധമുള്ളവരെ പഠിപ്പിച്ചുണ്ടാക്കി. ക്ലാസ് റൂം എന്ന് പറയുന്നത് വ്യക്തികളെ രൂപപ്പെടുത്തുന്നത്, പൗരരെ രൂപപ്പെടുത്തുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും. അല്ലാതെ ഉദ്യോഗസ്ഥയിൽ പഠിക്കാനും ജോലിക്ക് കിട്ടാനും വേണ്ടിയുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പൗരരാകാൻ കഴിയും. ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ഒന്നും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം മാറാതെ പഞ്ചായത്ത് ഉണ്ടാക്കി നമ്മൾ, പക്ഷെ അത് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അല്പം വർക്ക് ചെയ്യുന്നത്. മറ്റേത് രണ്ടും നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കുന്നതാണ്. ഒരു വില്ലേജ് ഓഫീസ് ആവശ്യം, പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആവശ്യമില്ലാത്തതാണ്, കളക്ടർ ആവശ്യമില്ലാത്തതാണ്, തഹസീൽദാർ ആവശ്യമില്ലാത്തതാണ്, ഗവർണർ ആവശ്യമില്ലാത്തതാണ്. ഇത് മുഴുവനും നമ്മളില്ലാത്തപ്പോഴും ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ തലയ്ക്ക് മേളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ജനാധിപത്യത്തിന്റെ പറച്ചിലെന്താണ്? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാ പറയുന്നത്. പിന്നെ ആരാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ അധികാരമുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ പറ്റുന്നിടത്തായിട്ട്. ഇതൊന്നും ജനാധിപത്യമായിട്ടൊരു ബന്ധമില്ല. ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്നവരെ ഇപ്പോൾ ഉള്ളൂ. ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം അറിയണം. ഈ സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയണം. എന്താണോ ജനാധിപത്യത്തിൽ ഇല്ലാതിരിക്കുന്നത് അതാണ് ചെയ്തത്. ഇനി നമുക്കിത് തിരിച്ചറിയാനായിട്ടുള്ള വിവരമുണ്ടോ? അതിനുള്ള ഒരു വിവരവും നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം ഭരണഘടന ഇതുവരെ വായിച്ചിട്ടില്ല. നമ്മൾ രാമായണവും ബൈബിളും ഖുറാനും വായിച്ചിട്ടിരിക്കുന്നു. അതിനകത്തുണ്ടെങ്കിൽ രാജാവിനെ എങ്ങനെ വണങ്ങണം, നമസ്കരിക്കണം, ആദരിക്കണം എന്നാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഈ സിസ്റ്റങ്ങൾ മാറ്റുന്ന പണിയെടുക്കാതെ നമ്മൾ തലകുത്തി നിന്ന് എന്തുകൊണ്ട് ജനാധിപത്യം പരാജയമടഞ്ഞെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ജനാധിപത്യം പരാജയമടഞ്ഞു. രാജാവിനെ വിളിക്കുന്ന നല്ലതെന്നൊക്കെ പറയും. യഥാർത്ഥത്തിലൊരു ജനാധിപത്യമാണ്
അതൊക്കെ ഞാൻ താമസിച്ച് വന്ന ആളിന്റെ ചോദ്യമൊന്നും ഇവിടെ പാടില്ല. ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചോളൂ, നേരത്തെ വരാം. അത് ചെയ്യാതെ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇരുന്നിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ ബാക്കിയുള്ള ചോദിക്കാതിരുന്ന അവർക്ക് അറിഞ്ഞൂടാത്തോണ്ടേ. അതുകൊണ്ടാണ് മിണ്ടരുത് ഇപ്പം ഉണ്ടാകും. കാരണം അവകാശം നഷ്ടപ്പെട്ടു പോയ ആളാണ്. അല്ല, അതൊക്കെ പറയാം ഞാൻ. ഈ പറയുന്ന സംവിധാനങ്ങള് അല്പം പോലും നമ്മൾ മാറ്റിയിട്ടില്ല. പഞ്ചായത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രാമസഭയിൽ 2 or 3 തവണയെങ്കിലും പോയിട്ടുള്ളത്. ഞാൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ അയാൾ പോയെന്ന് പറയാം. അങ്ങനെ അല്ലാത്തവർ പോയിട്ടുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? ഈ ഗ്രാമസഭയിൽ പോയി അത് നമ്മുടെ അവകാശമാണ്, ഉത്തരവാദിത്വമാണ്, അവിടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പഠിക്കുന്ന നിങ്ങളെല്ലാം ഇപ്പൊ കൈവക്കി മുഴുവൻ വയസ്സന്മാരാ. കുഴിയിലേക്ക് കാല് നാട്ടിയിരിക്കണം. പോട്ടെ, അരയാണ് അയാൾ വയസ്സ് നല്ലെന്നുള്ള കേട്ടോ. ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളാരും അവിടെ ആ ഭാഗത്തില്ല. അവർക്ക് അറിഞ്ഞുപോലും കൂടാ ഇവിടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. കാരണം അത് ക്ലാസ് റൂമിൽ പഠിച്ചാൽ പറ്റൂ. ഇങ്ങനെ നമ്മൾ എക്യുപ്ഡ് ആവില്ല അതിരിക്കുന്ന നമ്മൾ ഇപ്പം നിങ്ങൾ പോകുന്ന ഈ ഗ്രാമസഭ എന്ന് പറയുന്ന സാക്ഷരതാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു പണിയില്ലല്ലോ. അത് മാത്രമാണ്. അതല്ലാതെ അവിടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ വല്ലവരും തരുന്ന പൈസ ആണ്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ, സംസ്ഥാന ഗവൺമെന്റ് തരുന്ന പൈസ, അത് വിനിയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ല നമ്മളാണ് ഈ പണം ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ തക്കാളിക്കയും നമ്മുടെ വഴുതനങ്ങയ്ക്കകത്തു നിന്നാണ് ഈ മുഴുവൻ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അതറിഞ്ഞൂടാ. അപ്പൊ അവര് തരുന്ന ബഡ്ജറ്റ് തരുന്നത് വിനിയോഗിക്കാനിരിക്കുന്നവരായിട്ടാണ് ഇരുത്തുന്നത്. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ കോടതിയിലൊന്നും ഒരിക്കലും പോകരുത്. ഒരു കേസ് കോടതിയൊക്കെ പിരിച്ചുവിടേണ്ടതാണ്. കോടതി പിരിച്ചുവിടേണ്ടതാണ്. നിങ്ങൾ ഞാനിത് പറയുമ്പോൾ ഭയങ്കര മര്യാദയായിട്ട് പറച്ചിലാണെന്ന് എനിക്ക് തോന്നത്തില്ല. 5 കോടതി ദിവസം പോകുന്ന ഒരു പാർട്ടിയായിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സാധനം മുഴുവൻ രാജാവിനടുത്ത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി തടയിട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ ഗവൺമെന്റ് എന്താണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. എന്നിട്ട് ആരാണ് ഇവിടുത്തെ സുപ്രീം? ജനങ്ങൾ. പിന്നെ സുപ്രീം കോടതി എന്താണ്? ഇതൊക്കെയാണ് പഴയത്. ഇതെല്ലാം അവിടെ ഇരിക്കുകയാണ്, തൊട്ടിട്ടില്ല. 5 കോടി കേസ് കെട്ടിക്കിടക്കുന്നിടത്താണ് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഈ കോടതിയൊക്കെ എന്ന് നന്നാകും? ഇവര് ദിവസം വന്ന് എന്നോട് ചോദിക്കും എന്ന് നന്നാകും. കോടതി ഒരിക്കലും നന്നാകത്തില്ല. അത് നന്നാകാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല, നമ്മുടെ കൈകാര്യം ചെയ്യാനുണ്ടായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് ജനാധിപത്യം വന്ന സമയത്ത് നമുക്ക് ഞാൻ പോലീസ് ശരിയല്ലെന്ന് എല്ലാവരും കണ്ടുപിടിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരായി പോലീസ് സ്റ്റേഷനൊക്കെ എങ്ങനെ നവീകരിച്ച് നന്നാക്കണം എന്നുള്ള പണിയിലൊക്കെ അവനൊക്കെ ഇഷ്ടംപോലെ പണിയെടുത്താണ്. മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇതിനകത്ത് ജനാധിപത്യം കയറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നടന്നത്. ഈ ഒരു സാധനം വർക്ക് ചെയ്തു. നമ്മൾ ഈ ജനമൈത്രി പോലീസ് കണ്ടു. പോലീസ് എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ട് നോക്കി കൈകാര്യം ചെയ്യാന്നാണ് ബാക്കിന്റെ അർത്ഥം തന്നെ. അതെങ്ങനെ പറ്റും? ജനമൈത്രി പറഞ്ഞാല് ഞാൻ എപ്പോഴും അത് പറയും, സുഗന്ധമുള്ള തീട്ടം എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ജനമൈത്രി എന്ന് പറഞ്ഞ പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധ്യതയുണ്ടോ? തീട്ടത്തിന് മണം വരുമോ? അങ്ങനെ വരാനൊക്കെ ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് എന്തൊരു ജനമൈത്രി പോലീസാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഇടും ഇല്ലേ സോഷ്യൽ മീഡിയയിൽ. ഒരു ദിവസം പോലീസുകാരാണെങ്കിൽ അവർക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റും? പോലീസുകാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതാ ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരാളെ വിശ്വസിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തവരാണ് ആ പോലീസുകാർ മുഴുവനും. അല്ല വേറെ ഇവിടുന്ന് ആരും വന്നിട്ടില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരല്ലേ വന്നിരിക്കുന്നത്. അവർക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരാളെയും വിശ്വസിക്കരുതെന്നാണ്. പൊട്ടൻഷ്യൽ ക്രിമിനൽസ് ആണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് മുഴുവൻ. അങ്ങനെ അവരെ പഠിപ്പിക്കും. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്?
അവരുടെ കൈ കൊടുക്കുന്ന എന്താണ്? തോക്കും വടിയും ആയുധങ്ങളാണ് കൊടുക്കുന്നത്. വാളിപ്പം ഇല്ല, അത് പഴഞ്ഞനായി പോകുന്ന വാളില്ലാത്ത വടിയുണ്ട്. വടി കഴിഞ്ഞാൽ പിന്നെ വെടിയാ. ഇങ്ങനെയാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ പോലീസ് നമ്മളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള ചോദ്യം മാത്രമേ എപ്പോഴും നോക്കുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സിസ്റ്റം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ പണി നടക്കത്തില്ല, ഒരു ജനാധിപത്യവും വരത്തില്ല. ഞങ്ങൾ കാത്തിരുന്നിട്ട് ഈ മന്ന വീഴുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പൊന്നും നടക്കത്തില്ല. സിസ്റ്റം മാറ്റിയത് പഞ്ചായത്ത് വികസിപ്പിച്ച് ഈ കളക്ടറേറ്റ് ഒക്കെ പിരിച്ചു വിടണം, സെക്രട്ടേറിയറ്റ് ഒക്കെ പിരിക്കണം. ഈ ചീഫ് മിനിസ്റ്റർ ഇത് ആരുടെ ചോദിക്കണ്ടേ? പ്രൈം മിനിസ്റ്റർ ഇത് ആരുടെ അവനൊക്കെ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇത് പണ്ടേ ദൈവം തമ്പുരാൻ തന്നത്. അതിനത് ദൈവം കഴിഞ്ഞാൽ രാജാവ്, രാജാവ് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ, അത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കൾ. ഇങ്ങനെയാണ് മേലിഗിരി. അപ്പൊ മേപ്പോട്ട് ബഹുമാനം, താഴോട്ട് പുച്ഛം. ഇത് നമുക്ക് സംശയമൊന്നും ഇല്ലാതെ അറിയുന്ന കാര്യം. മുകളിൽ ഇപ്പൊ ആരും വേണ്ടാന്ന് വരെയൊക്കെ നമ്മളിപ്പോ വേണം, പക്ഷെ താഴെ അപ്പൊ വേണം, അന്നേരം വേണം. അത് നമുക്ക് ഇപ്പോഴും അങ്ങനെ അങ്ങനെ മാറ്റാൻ എളുപ്പമില്ല. താഴെ ആളിപ്പോഴും, മുകളിൽ വേണ്ട. അപ്പൊ ഈ മേഖലയിനകത്തുള്ള കണ്ടെത്തല് മുമ്പോട്ടുണ്ട്. നമുക്ക് ഈ എന്താണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് വരും. അതെന്ത് കുന്തെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടെ. ഇത് എന്താണ്? കാരണം ഈ തഹസീൽദാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണിത്. മുന്നോക്കം ഉണ്ട്, പക്ഷെ അത് വികസിപ്പിച്ച കുഴപ്പമാണെന്ന് എല്ലാവരും പിടിച്ചത്. നമ്മുടെ ആൾക്കാർ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഉള്ളിടത്തോളം കാലം അതൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മൾ വിചാരിച്ചിട്ട് സംശുദ്ധ ഭരണത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. അവരെ സംശുദ്ധ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗാന്ധിയന്മാരാണ് ഓർത്തു അല്ലേ? സംശുദ്ധ ഭരണം ഇങ്ങനെയല്ലേ? സിസ്റ്റമാണ് മാറ്റേണ്ടത്. സിസ്റ്റം മാറ്റാതെ നമ്മൾ എത്ര വിചാരിച്ചാലും. പഞ്ചായത്ത് ഗ്രൂപ്പ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ ഞാൻ 82-83 ഞാൻ ഗുരുകുലം വിട്ട് വരുമ്പോൾ ആദ്യം കണ്ടിട്ടുള്ള ഒരാളാണ്. അയാളുടെ കൂടെ കൂടിയാണ് അയൽക്കൂട്ടമൊക്കെ ഭയങ്കര ചർച്ച. അതിന് എത്രയോ പണി നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നടപ്പായിരുന്നു ആ സമയത്ത്. നല്ല സുഹൃത്തായിരുന്നു. എന്നെ കാണാനും ഞാൻ താമസിക്കുന്ന വീട്ടിലും വരെ ഞങ്ങളൊരു സംഘമൊക്കെ ഉണ്ടാക്കി, സംഘടനയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ. ദർശനം എന്ന് പറഞ്ഞിട്ടൊരു മാസിക അദ്ദേഹമൊക്കെ. അത് എല്ലാ തവണയും പറയും, ഇത്തവണത്തെയും പരീക്ഷണം പരാജയപ്പെട്ടു. സത്യസന്ധമായിട്ട് അദ്ദേഹം എഴുതി. 4 തവണ കഴിഞ്ഞപ്പോൾ ഞങ്ങള് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറയും, ഈ പരാജയപ്പെടുന്നത് പഠിക്കണം, അതിന് വേറെ എല്ലാ തവണയും പരാജയപ്പെടുന്നതെന്ന് എഴുതുന്ന അത്ര സത്യസന്ധതയല്ലെന്ന് പുള്ളി കുറേ വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾ സൂക്ഷ്മമായിട്ട് കൊണ്ടുവരേണ്ടി. അങ്ങനെ അത് വർക്ക് ചെയ്തു. ആ അയൽക്കൂട്ടം അതിനകത്തുനിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അയൽക്കൂട്ടം എന്ന് പറയുന്ന സാധനമൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. ആ സാധനത്തിനകത്തുനിന്ന് കണ്ടുപിടിച്ചാണ് അതൊക്കെ ഉണ്ടായതൊക്കെ. അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ നടന്നൊക്കെ കുറച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് പരിഹരിക്കുന്ന നല്ലത്. നമ്മളെല്ലാം പോയി ഇവിടെ ഈ ഭൂമിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും കൂടെ പ്രണയിച്ച് കഴിയുകയാണെന്നൊക്കെ ഉള്ള ലൈനിലൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വരിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. പക്ഷെ ഒരു പ്രണയവും നടക്കത്തില്ല. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ വേറെ ലോകമാണ്. അപ്പൊ അതാണ് അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് എല്ലാ തവണയും. അവിടെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. കുറുപ്പിന്റെ പോസ്റ്റ് ഓഫീസിലെ എല്ലാ സാധനവും അവിടെ വെച്ചത്. നിങ്ങളവിടെ ചെല്ലുക, അവിടുത്തെ അന്ന് ഇൻലൻഡൊക്കെയാണ്. ഇൻലൻഡ് എടുത്താൽ അതിൻ്റെ പൈസ അവിടെ വയ്ക്കുക. അവിടെ ആരും ഇല്ല, നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുക. പക്ഷെ ഇലക്ഷൻ വരുമ്പോഴത്തേനും കംപ്ലീറ്റ് അങ്ങ് കൊടുക്കും. അതുവരെ ഇത് കുറച്ച് ദിവസം കൊടുക്കും. എല്ലാവർക്കും നല്ല അനുഭവമാണ്. കടകളിലൊന്നും ആരും ഇരിക്കേണ്ട, സാധനം ആളുകൾ എടുത്തിട്ട് വയ്ക്കും. ടെസ്റ്റ് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യും. പക്ഷെ അതിനതിരുവ ഒരു ഒരു പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. അങ്ങനെ സിസ്റ്റം നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കുച്ചിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾക്കാർ തലയിൽ ബോംബ് കിട്ടും. അവര് അല്ലെങ്കിൽ ആന വരുന്ന പോലെയാണ്. ഉറുമ്പ് കൂടി ഇങ്ങനെ പടിഞ്ഞ് മേപ്പോട്ട് വയ്ക്കുമ്പോൾ ആന വന്നിട്ട് ചവിട്ടി അങ്ങ് പോകും. ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ പഠിക്കാതെ അവരവരുടെ വീടിനകത്ത് കുഞ്ഞുങ്ങളെയും വളർത്തി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുഴഞ്ഞു പോകും. അപ്പോഴാണ് സാമൂഹിക ദ്രോഹികളൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത്.
അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ നല്ല ആളെയും ചീത്ത ആളെയും നോക്കിയിട്ടല്ല വെള്ളം കയറുന്നത്. എന്താണ് കൊതുക് കയറി വരുമ്പോൾ കൊതുവിനും അറിഞ്ഞുകൊണ്ടാ ഈ നല്ല ആളെയും ചീത്തയായി എല്ലാവരെയും കുത്തും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിയാം. അല്ല നാരായണഗുരു വരുന്ന കൊതുക് വിട്ടുകളയത്തില്ല, കുത്തും. കടുവായ്ക്ക് പറഞ്ഞു, കടുവായ പക്ഷെ ഇങ്ങനെ ഇണക്കിയൊക്കെ ഞാൻ നിർത്തി എന്നൊക്കെയുള്ള കഥയിലൊക്കെ എനിക്ക് അതെ പട്ടിയെ പോലെയൊക്കെ കുറച്ച് ആക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയാം. അതല്ല പറയുന്നത്, കൊതുകിനെ ഒന്ന് ഇണക്കി കാണിച്ചു. ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ ഒന്ന് ഇണക്കാമെങ്കിൽ പണ്ട് സന്യാസിമാരെ പറ്റി കഥ തന്നെ ഉണ്ട്. താടിക്കൊരു മീശയിലൊരു ഉറുമ്പിരുന്നത് കൂട്ടി വിടാനായിട്ട് ഇയാൾ ഇങ്ങനെ ഒന്ന് വെച്ച് എല്ലാ ഉറുമ്പും ഇങ്ങോട്ട് കയറി പിന്നെ ഇങ്ങനെ തിരുമുമായിരുന്നു. അതുപോലെ ചെയ്യുന്നിടത്തെത്തി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അറിയണം. നമ്മൾ ഇടപെട്ടിരിക്കുന്ന ഈ ജനാധിപത്യപരമായി മനുഷ്യർ പരസ്പരം പെരുമാറണം. ഭൂമിക്കാരൻ്റെ ഈ ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വികസിച്ച് അപ്പുറത്തെല്ലാം ഉള്ളവരെല്ലാവരും കൂടെ ഇങ്ങനെ ആകും എന്നൊക്കെയുള്ള ഈ കൊതിയിൽ എഴുതി വെക്കുന്ന ഈ സാധനമൊന്നും വർക്ക് ചെയ്യുന്നതാണ്. ഒരു ബോംബിന്റെ മാത്രം പ്രശ്നമാണ്. ബോംബ് അവിടുന്ന് ഉന്നം തെറ്റി വീണാൽ പോലും നമ്മുടെ കാര്യം പോകും. അതുകൊണ്ട് ഭൂമിയുടെ അതിര് വരെ ഉള്ള ചർച്ചയ്ക്കകത്ത് ഓരോ പ്രദേശത്തിനനുസൃതമായ ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആള് നമ്മളെപ്പോലെ ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന നിലവാരത്തിൽ കുട്ടിക്കാലം തൊട്ട് പഠിച്ച് വളരാതെ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു പോയി ജനിക്കാനൊരു വീട് തിരഞ്ഞെടുത്താൽ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ജനിക്കാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ അച്ഛൻ്റെയും കാര്യമാണ് ഞാനീ പറയുന്നത്. അവരായിരത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പഠിക്കും. ആ വീട്ടുകാർ നമ്മുടെ ആൾക്കാരല്ല, അവർ നമ്മുടെ എന്ന് പഠിപ്പിക്കുന്ന വീട്ടിലേ ജനിക്കാവും. പിന്നെ ഇത് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഈ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കണം. അത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരംഭിക്കണം. ഇത് ഞാനിങ്ങനെ പറഞ്ഞു നിർത്താനൊക്കത്തില്ല, അത്രത്തോളം ഉണ്ട്. എങ്കിലും ഏകദേശം ഒരു പ്രശ്നം മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇടപെട്ടിരിക്കുന്നതിനകത്ത് എളുപ്പത്തിൽ തീരുന്ന ഒരു പണിയല്ല. നേരത്തെ പറഞ്ഞ പോലെ അന്ധവിശ്വാസം മാറ്റിയാൽ പള്ളി അമ്പലമൊക്കെ പൊളിച്ചു കളയുന്നത് അത് പിന്നെ ഈ സീസണിൽ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഈ കച്ചവടക്കാർ മുഴുവനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യം അറിഞ്ഞുകൂടാത്തവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും? എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. എല്ലാവരും ഇങ്ങനെ അറിഞ്ഞിട്ട് എല്ലാവരും നോക്കും. അപ്പുറത്തിരിക്കുന്നവൻ എന്തായാലും ചെയ്യുന്നില്ല, പിന്നെ ഞാനും ചെയ്യുന്നില്ല. നമ്മളെല്ലാം റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കത്തില്ല, പുരുഷന്മാരെല്ലാം. സ്ത്രീകൾക്ക് മൂത്രം ഒഴികേയില്ല. ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവർ രക്ഷപ്പെടുന്നത്. നല്ല രസമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാനീ പറഞ്ഞു തീരാത്ത ഒരു വിഷയത്തിലാണ് മിണ്ടുന്നതെന്നും ധാരാളം ഇതിൻ്റെ വശങ്ങളുണ്ടെന്നും. പക്ഷെ ഒരിക്കലും ഇതിൻ്റെ ഒരു ഘടനാപരമായി കുറച്ചൊന്നും അറിയാമെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് പറഞ്ഞു തുടങ്ങുന്നത് തൊട്ട് നമ്മുടെ സിസ്റ്റം എന്നുള്ള നിലവാരത്തിൽ പഞ്ചായത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും ഗ്രാമസഭയോ അല്ലെങ്കിൽ വാർഡ് സഭയിലൊക്കെ പോകേണ്ടത് എങ്ങനെയാണ്, എല്ലാവരും പോകേണ്ടതുണ്ടെന്നും ജനാധിപത്യത്തിലെ പൗരനെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണെന്ന് അറിയേണ്ടത്. അതുകൊണ്ട് രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരമാണ് ഒരു വോട്ടായിട്ട് വന്നതെന്ന് അറിയണം. അതല്ല രാഷ്ട്രീയക്കാരെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നോട്ടായിക്കാണ് വോട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല. നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, നമ്മളാണ് രാഷ്ട്രീയക്കാർ. നമ്മൾ രാഷ്ട്രീയക്കാരാണെന്ന് അറിഞ്ഞുകൂടാക്കി നമ്മുടെ കാര്യം പോക്കാം. ജനാധിപത്യത്തിനകത്ത് പൗരനാകാൻ പറ്റും. എല്ലാ രാഷ്ട്രീയക്കാർക്ക് കൊള്ളത്തിലെന്ന് കണ്ടുപിടിച്ച പകരം നിൽക്കേണ്ട ആളുകളാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത്. ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി വീട്ടിൽ വന്ന് ഭാര്യയോടോ ഭർത്താവിനോടോ പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പരാതിപ്പെട്ടിയുണ്ട്. ഇതുവരെ പരാതിപ്പെട്ടിയിൽ ഇന്ത്യക്കാരൻ പരാതി എഴുതിയിട്ടിട്ടില്ല. കാരണം അവർക്കറിയാൻ നടക്കത്തില്ല. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിരുന്നു ബസ്. അതിനകത്ത് അവർ വെച്ച് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് 100-200 വർഷം കഴിഞ്ഞിട്ടാണ് ജനാധിപത്യം വന്നിട്ടാണ് അവിടെ. അപ്പൊ അവർക്ക് പരാതി ഉള്ളവരുണ്ടെന്ന് അറിയാം. അങ്ങനെയാണ് അവർ പരാതിപ്പെട്ടി അതിനകത്ത് വെച്ചത്. പക്ഷെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. പരാതി പറഞ്ഞാൽ അടി കിട്ടുമെന്ന് മാത്രം നമുക്കറിയാം. അതുകൊണ്ട് ചത്ത പരാതി പറയത്തില്ല, എഴുതത്തില്ല.
ഇതൊക്കെ ഇങ്ങനെ ഞാനത് സൂക്ഷിച്ച് നമ്മളിങ്ങനെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ കാണാം എന്താണ് ഈ സംഭവം. ബ്രിട്ടീഷുകാർ നമ്മളെ നന്നാക്കാൻ വേണ്ടി പരാതിപ്പെട്ടി കൊണ്ടുവന്നാണ് തെറ്റിദ്ധരിക്കല്ലേ. ഈ വിദ്യാഭ്യാസം എങ്ങനെ മാറ്റാൻ പറ്റും? പിള്ളേരുടെ ഇടയിലാണ് നമുക്ക് തുടങ്ങേണ്ടത്. അവരെ പ്രത്യേകിച്ച് ഈ മതപഠനം 18 വയസ്സിന് മുകളിലോട്ട്. നമ്മൾ ഈ മതപഠനത്തിനകത്ത് കുട്ടികളെ വിട്ടുകൊണ്ടിരുന്നാലും ഒരു രക്ഷയില്ല. അല്ല, നിയമം കൊണ്ടുവരുന്ന വഴി അവർക്ക് വോട്ട് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിമോചന സമരം വീണ്ടും ഉണ്ടാകും. നമ്മൾ പണിയെടുക്കുന്നുണ്ട്. അതാണ് അടിസ്ഥാനം. അടിസ്ഥാനം എന്ന് പറയുന്നതിന് പല വശമുണ്ട്. അടിസ്ഥാനം എന്ന് പറയുന്ന കല്ല് മാത്രമല്ല, അതിനിടയ്ക്ക് കുറച്ച് സിമെന്റും കൂടെ ഒക്കെ വേണം. അത് യോജിച്ചില്ല. അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല. വിദ്യ എന്ന് പറയുന്നത് അതിനു മുമ്പേ ഒരു കുട്ടിയിൽ നിന്ന് ഉണ്ടാവേണ്ടത് ക്യാരക്ടർ. അത് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനിക്കാനായിട്ട് ഇയാൾക്കൊരു ചോയ്സ് തരുവാണെന്ന് വെച്ചോ, ഏത് വീട്ടിൽ പോയി ജനിക്കും? അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് ഗിവണാണെന്ന് അറിയാം. അപ്പൊ അവരിതെല്ലാം നമ്മളെ പഠിപ്പിച്ചോണ്ടിരിക്കും. മാതാപിതാക്കളായി കഴിഞ്ഞാൽ അവരെന്തായാലും ജനിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ വിടും. അതെ, ആ സ്കൂളിൽ വിടുന്നത് നിയമപരമായിട്ട് വന്നതാണ്. ആദ്യം നമ്മൾ തൊഴിൽ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് വിട്ടിരുന്നത്. ഇപ്പം നിയമപരമായ കാരണം കൊണ്ടാണ് ഇപ്പൊ വിടുന്നത്. അല്ലെ, വിടാതൊക്കെ ഇരിക്കും. അപ്പൊ അതിനകത്ത് വിദ്യാഭ്യാസം നടക്കുന്നില്ല സ്കൂളിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭരണഘടന വായിക്കാത്ത ക്ലാസ് റൂമാണുള്ളത്. അധ്യാപകർക്ക് ട്രെയിനിങ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഭരണഘടന വായിച്ച് പഠിച്ച് അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലാസ് റൂം മാറ്റുന്നത്. ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടിരുന്ന് പറയാൻ തുടങ്ങിയിട്ട് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ക്ലാസ് റൂം ഇങ്ങനെ വൃത്തത്തിൽ വയ്ക്കുന്നതിനെ പറ്റിയൊക്കെ. ഇപ്പോൾ ആ സിനിമയാണ് ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സിനിമയാണ് വേണ്ടത്. സിനിമയ്ക്കകത്താണ്. അല്ല ഞാനിതിങ്ങനെ പറഞ്ഞാലൊന്നും തീരത്തില്ല. ഒറ്റ സിനിമ കൊണ്ട് ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖല സിനിമയാണ്. സ്കൂളിനകത്ത് സിലബസ് ഉണ്ടാക്കണമെങ്കിൽ സിനിമാക്കാരെ വിളിച്ചിട്ട് ഇതെങ്ങനെ പഠിപ്പിക്കും എന്ന് ചോദിക്കാം. അപ്പോൾ അവർ ഇത് ഒരു സാധനം പ്ലോട്ട് കൊടുത്താൽ മതി, അവർ അസലായിട്ട് ചെയ്ത് കഴിച്ചു. അതൊരു വലിയ വിഷയമാണ്. എങ്ങനെയാണ് ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന ഇത്, ഈ ക്ലാസ് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. 6 വയസ്സിൽ ചേർക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടുണ്ടാക്കിയ സാധനമാണ്. 6 വയസ്സുകാരെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുത്തുക എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്ന ഒന്നും ഒന്നിച്ചല്ല. അത് ഇതുപോലെ അറിയണം. പ്രായമുള്ള കുട്ടികളും പ്രായമില്ലാത്ത കുട്ടികളും ഒക്കെ ഉണ്ട്. മൂത്തവർ പറഞ്ഞാൽ ഇളയവർ അപ്പം അനുസരിക്കും. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് പല വയസ്സുള്ളവർ ഇരുത്താവുന്നതാണ്. ഇതൊക്കെ ആലോചിക്കേണ്ട സ്ഥലമാണ്. അല്ലാതെ ഈ 6 വയസ്സിൽ കയറ്റി പെൻഷൻ മേടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസമാണെന്ന് വിചാരിക്കും. ജോലിക്കാണ് പഠിക്കുന്നത്. പൗരബോധമുള്ള ആളിന് സ്വാഭാവികമായി വിഷയവിവരം ഉണ്ടാകുകയും വിവരമുള്ള ആളിന് 6 മാസം ട്രെയിനിങ് കൊടുത്താൽ ഏത് പണിയും ചെയ്യുന്നവരായിട്ട് അവർ മാറുകയും ചെയ്യും. വിഷയമാണ് അറിയുന്നത്. നമ്മൾ ഇതുവരെ വിഷയം പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് കാണാതെ പഠിച്ചത് എഴുതി വയ്ക്കുന്നവർക്ക് കിട്ടുന്ന മാർക്ക് മേടിച്ചിട്ടാണ് ജയിച്ചത്. വിഷയം പഠിക്കത്തില്ല. അതൊന്നും പഠിക്കണം, അത്രയൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഇതല്ല വരുന്ന ചോദ്യം. പരീക്ഷയ്ക്ക് ചോദ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ചവരാണ് നമ്മൾ. അങ്ങനെയാണ്. നിങ്ങൾക്ക് വിഷയം തന്നെ ലാഭം അതൊന്നും അങ്ങനത്തെ ഒന്നും പഠിക്കണ്ട. വിഷയം പഠിക്കണ്ട. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം പഠിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത് വെറുതെ ഒരു കാര്യമില്ലാതൊക്കെ പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതേസമയത്ത് വിഷയമാണ് പഠിച്ചതെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഈ സംഭവം അറിയാം. നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഏത് ചോദ്യം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്ന് നിങ്ങൾക്ക് അത് അറിയാം. ഗഹനമായി തീരത്തില്ല. പണ്ടൊക്കെ അധ്യാപകർ പറയും ഇത് വലിയ ഗഹനമായ കാര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്നാണ്. ഗഹനമാകുന്ന പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാണ് ഇത് ഗഹനത ഉണ്ടാകുന്നത്. വിഷയം അറിയാവോ? ഒരുപാട് വലിയ പറയാം. അത് 3 വയസ്സുള്ളതിന് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രം, 10 വയസ്സുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്, 20 വയസ്സുള്ളതിന് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ വ്യത്യാസം. വിഷയം അറിയുന്നവർക്ക് ഒരുപാടുമില്ല. വിഷയം പഠിപ്പിക്കുന്നിടത്തല്ല. ജോലിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്കൂളിലാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ടാണ് ജോലി കിട്ടുന്നത്. അപ്പൊ ജോലി കിട്ടുന്നിടത്താണ് തെളിവ് വരുന്നത്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ കോളേജിൽ തെളിവ് വരുന്നത്.
എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ വരുന്ന അവിടെ വരുന്ന എന്തുകൊണ്ടാണ് സകലരും ഇത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന്, അങ്ങനെ ജോലിക്കാരാകുക എന്നുള്ളതിനാണ് നമ്മൾ പഠിക്കുന്നത്. അറിയാൻ പഠിക്കുന്നില്ല. അറിയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്യാം. ഇപ്പൊ നമ്മൾ ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, കണക്ക് കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചാൽ മതി. പിന്നെ MSc മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷെ അത് ഇത്രയും ആൾക്കാർ അവിടെ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി തടയിടാനാണ് MSc ക്വാളിഫിക്കേഷൻ വയ്ക്കുന്നത്. അപ്പൊ നമ്പർ കുറയും അവിടെ വരുന്നവരുടെ. അതിന് വേണ്ടി മാത്രം കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്ന ആർക്കും 6 മാസത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ചെയ്യാൻ പഠിക്കും. നമ്മൾ പഠിച്ചതൊന്നുമല്ല ജീവിക്കുന്നത്. പരീക്ഷയിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് പഠിച്ചതെല്ലാം നമ്മൾ മറന്നുപോകും. 8ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് പരീക്ഷയ്ക്ക് എഴുതി ജയിച്ചവരോട് തന്നെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. പഠിച്ചത് എന്താണെന്ന് ഒരു ഓർമ്മയില്ല. കാരണം നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചത്. അത് എന്തിനാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇതൊന്നുമില്ല. ആളുകളെ അവിടെ ഇരുത്തി കുറേ നാളത്തെ ട്രെയിനിങ് കൊടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് പേര് 100 പേര് പഠിക്കാൻ പോയാൽ 10 പേർക്ക് ജോലി കൊടുക്കും. ബാക്കി 90 പേര് വേറെ പണിക്ക് പോയിട്ടാണ് ഈ വിളിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് സ്കൂളിൽ പോയത്? ഒരു ആവശ്യമില്ല. ഏറ്റവും വലിയ രസം ഇപ്പോഴാണ് ഈ പഠിക്കാതെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പോയി ചായക്കട ഉണ്ടാക്കും. ചായക്കടയിൽ കണക്കെഴുതാനായിട്ടാണ് ഈ പാസ്സായവൻ വരുന്നത്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് സ്കൂളിലും കോളേജിലും പോകാത്തത് ആണ് ഈ പണി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഈ വിഷയമൊന്നും സൂക്ഷിച്ച് മനസ്സിലാക്കാമെങ്കിൽ അത് കാണാൻ പറ്റിയത് എങ്ങനെയാണ് സംഭവിച്ചു പോയത്. ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ സ്കൂളും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ഭരണ സംവിധാനവും നമ്മുടേതാക്കി ഭരിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഒരു രക്ഷയുമില്ല. എത്ര ഇലക്ഷൻ നടത്തിയാലും ഒരു പ്രയോജനം. അഴിമതി ചെയ്യാതിരിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ഗുണം, അവരുടെ ക്വാളിറ്റിയായി മാറിയിരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. എഫിഷ്യൻ്റായ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു പണിയും ആവശ്യം പോലും ഇല്ല. പൂട്ടിപ്പോകാവുന്നതാണ് അമ്പലം, പള്ളി, സ്കൂള്, കോടതി, പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ പൂട്ടിപ്പോകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും ഇതാണ് നട്ടല്ലെന്നാണ് പഠിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊച്ചിലെ ചെറിയ പിള്ളേരുടെ ക്യാരക്ടർ ഫോർമേഷൻ അല്ലേ അത് അവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ അവരെങ്ങനെ കെയറിങ്. അതാണ് വിദ്യാഭ്യാസം. ആരും നിങ്ങൾ എപ്പോഴാ വന്നേ? ആദ്യം തൊട്ടുണ്ടോ? എന്നിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഒരു പ്രയോജനം ഇല്ലാതാണ് മിണ്ടുന്നുള്ള കൂടെ എനിക്ക് ഞാനിത് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്, ഭരണഘടന വായിക്കേണ്ടതുണ്ട്. അതാണ് പൂജക്കാര് മണികെട്ടുന്നതിന് വോട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് വോട്ട് കൊടുക്കത്തില്ലല്ലോ. നിങ്ങൾ കൊടുക്കുവോ? വോട്ട് ചെയ്യാതിരിക്കുന്ന ആളല്ലേ നിങ്ങള്? ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യത്തിലെ പൗരന് പ്രാഥമികമായ അറിവാണ് അവൻ രാഷ്ട്രീയക്കാരനാണെന്ന്. അത് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു പോയി എന്നുള്ളത്. ഇതാണ് പഠിക്കപ്പെടാതെ പോകുന്ന പൗരബോധം എന്ന് പറയുന്ന കാര്യം. നമുക്ക് ഇതുവരെ പഠിക്കാൻ ആരംഭിച്ചത് അറിയാതെ സൈഡ് വിറ്റായിട്ടൊക്കെ വീണുപോയ ചില സാധനങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വരെയൊക്കെ നമ്മൾ ഒപ്പിച്ചത്. നമ്മൾക്ക് മനസ്സിലാകേണ്ട സാധനമാണ് സിസ്റ്റം എന്താണ്, സിസ്റ്റം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ക്ലാസ് റൂം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ മേളിൽ ഞാൻ ആ വിഷയം പറയാനായിട്ട് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനത് അവിടോട്ട് കേറാതിരിക്കുന്നത്. നഴ്സറി എന്ന് പറയുന്ന ക്ലാസ് ഇന്ന് പാവം പിടിച്ച കുറച്ച് സ്ത്രീകളെ അവിടെ ഇടും. PhD ഉള്ളവര്, സൈക്കോളജി പഠിച്ചവര് ആയിരിക്കുന്ന, ഡോക്ടറേറ്റ് ഉള്ളവര് എടുക്കേണ്ട സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട സ്ഥലമാണ് നഴ്സറി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബേസ് അതാണ്. അത് മുഴുവൻ നമ്മൾ കളഞ്ഞിട്ട് ഇതിനകത്ത് നിന്നൊരു 4 പേരെ പരീക്ഷയ്ക്ക് തോപ്പിച്ച് അതിനകത്ത് കുറച്ച് പേരെ എടുത്തിട്ട് അവർക്കാണ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. ബാക്കിയുള്ളവരെ ആർക്ക് വേണമെന്ന് ആർക്കും അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അതാണ് മനസ്സിലായത്. അപ്പൊ നഴ്സറിയിലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. അവിടെ
ഏറ്റവും പാവം പിടിച്ച കുറച്ച് ആൾക്കാരെ അവിടെ ഏൽപ്പിച്ച് ഒരു 30 കുട്ടികളെ കൊടുക്കും. ഒരു കൊച്ചിനെ വളർത്താൻ നമ്മൾ നോക്കുമ്പോൾ തല പൊട്ടി പോകുന്ന സ്ഥലമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു വടിയെടുത്തിട്ട് കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് നിന്ന് തുള്ളിയിട്ട് വേണം ഈ സംഭവത്തിനെ അടക്കേണ്ടത്. അങ്ങനെ അടക്കി ഇരുത്തി ടൈം ചെയ്ത് മെരുക്കിയ ജനതയാണ് ഈ ഇരിക്കുന്നത്. കുട്ടികൾ ഒരു സെക്കൻഡ് അടങ്ങത്തില്ല, തുള്ളിക്കൊണ്ട് അവർ തുള്ളണം. എല്ലാ ഇന്ദ്രിയങ്ങളും വികസിപ്പിക്കാനാണ് അവർ തുള്ളിയും ചാടുകയും ചെയ്യുന്നത്. അത് മുഴുവൻ ഇല്ലാതാക്കി എന്നിട്ട് ഫാക്ടറിയിലും ഓഫീസിലും 8 മണിക്കൂർ മണിയടിച്ച് കയറ്റി ഇറക്കാൻ വേണ്ടിയാണ് ട്രെയിനിങ്. ഇതാണ് ക്ലാസ്. അവിടെ അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളതാണ് ഈ മെമ്മറി. നിങ്ങളുടെ അടുത്ത് വന്ന് ഞാനൊരു കാര്യം കേട്ട് അവിടെ പോയി അത് പറയണമെങ്കിൽ തെറ്റാതെ പറയണം. അതിനാണ് എഴുതി കൊടുക്കാൻ തുടങ്ങി അക്ഷരം കണ്ടുപിടിച്ചതിന് ശേഷം എന്തിനാണ് ഈ മെമ്മറി? നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ ഓർത്തു പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവും ഇന്ന് പ്രപഞ്ചത്തിലില്ല. അക്ഷരം കണ്ടുപിടിച്ചപ്പോൾ നിർത്തേണ്ട പണിയാണ് വാമൊഴി. വരമൊഴി ഉണ്ടായതിനു ശേഷം മെമ്മറി നോക്കണ്ട. അത് പക്ഷെ നമ്മൾ ആകെ ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ എന്നാ പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് കാണാതെ. വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്, അല്ലാതെ നമ്മൾ ഈ സ്കൂളിൽ വിട്ടിട്ടൊന്നും നടത്തുന്നില്ല. അങ്ങനെയല്ല അത്. ഞാൻ പറഞ്ഞില്ല, അത് വിദ്യാഭ്യാസം എന്താണെന്ന് പറയുന്നതിന് ഒരു ദിവസം എനിക്ക് തരേണ്ടി വരും. നമ്മൾ ഈ 2 ഇന്ദ്രിയങ്ങൾ മാത്രമാണ് ആൾക്കാർ ഈ സ്കൂളിൽ ചെയ്യുന്നത്. കണ്ണും ചെവി, ഈ നാക്കും മൂക്കും ഒക്കെ ഉണ്ട്. തൊടും, ഈ ടച്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഈ 3 ഇന്ദ്രിയം, അത് 3 ഉള്ളു, 5 ഉള്ളതെന്നാണ് ആദ്യമേ പറയുന്നത്. നമുക്ക് 6-7 ഉണ്ട് ഇന്ദ്രിയങ്ങൾ. അല്ലാതെ ഈ അതീന്ദ്രിയം എന്നൊക്കെ പഠിപ്പിക്കുന്നത് മറ്റ് ഇന്ദ്രിയങ്ങളെ പറ്റി നമുക്കൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. ഈ 3 ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അതൊരു ഇന്ദ്രിയ അനുഭവമാണ്. അത് കണ്ണും കാതും കൊണ്ടുണ്ടാകുന്നതല്ല, ചെവിയിലൊരു സാധനം. അതുകൊണ്ടാണ് 3 ഇരിക്കുന്നതെന്ന് അറിയുന്നത്. കണ്ണടച്ചിട്ട് മൂക്കെ പിടിച്ച് ചെവിയെ പിടിക്കാനും കാലിന് തുമ്പെ പിടിക്കാനൊന്നും ഒരു തെറ്റും വരത്തില്ല. അത് വേറൊരു ഇന്ദ്രിയ അനുഭവമാണ്. അതിനൊന്നും പേര് പോലും നമുക്കില്ല. നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നത് ഇന്ദ്രിയേ ഉള്ളു. പഞ്ചഭൂതം എന്നൊക്കെ പറഞ്ഞ പഞ്ചഭൂതം എന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ 118 ഭൂതം കണ്ടുപിടിക്കാൻ പോയത്. ഇപ്പോഴും പക്ഷെ നമുക്കൊരു സംശയമൊന്നുമില്ല. പഞ്ചഭൂതം കണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. പഞ്ചഭൂതങ്ങൾ വേണ്ടും വണ്ണം ഇണക്കി ചേർത്തെന്നാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക്, 6th സെൻസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത്ഭുതകരമായ അനുഭവം. ഇതൊന്നല്ല, ഇഷ്ടംപോലെ സെൻസസ് ഉണ്ട്. അതുപോലും നമുക്ക് ഇതുവരെ അറിയാൻ കഴിയും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു കുട്ടി എണ്ണിട്ട് പറഞ്ഞു എത്ര സെൻസസ് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് 8 ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരാള് കേരളത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു 8 സെൻസസ് ഉണ്ടെന്ന്. അപ്പൊ അവനിത് പുതിയതായിട്ട് പഠിക്കുന്ന, കാരണം ഈ പഞ്ചേന്ദ്രിയം പഞ്ചാണ് കേട്ടത്തില്ല. അവൻ ഇന്റർനെറ്റിനകത്ത് പോയിട്ടാണ് അവൻ പഠിക്കുന്നത്. അപ്പൊ അവന് മനസ്സിലായി ഈ സെൻസസ് അധികം ഉണ്ട്, വേറെ സെൻസുകളുണ്ട് എന്നൊക്കെ പഠിച്ചു. അപ്പൊ അവൻ മാത്രമാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. ഞാൻ ഭയങ്കര ജ്ഞാനമായിട്ട് പറയാനായിട്ട് പോകുമ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് പറയാം 8 ഉണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്യാതെ വിദ്യാഭ്യാസത്തിന്റെ ആ മേഖലയ്ക്കകത്ത് ലോകത്തിനെ പറ്റി മനസ്സിലാക്കുന്ന ഈ സാധനങ്ങളല്ലാതെ നമ്മൾ ഈ മുഴുവൻ അറിവെന്ന് പറയുന്നത് ഈ പണ്ട് 5000 കൊല്ലം തൊട്ട് മനുഷ്യന്മാർ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് അന്ന് അവർക്ക് വേറെ എന്തെങ്കിലും അറിയാവോ? ഒന്നും അറിഞ്ഞൂടാ. ഈ കാണുന്ന ലോകത്തിനെ വെച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ. അന്ന് അവർ പറഞ്ഞതൊക്കെയാണ് ജ്ഞാനം ആയിട്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഇളക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ ആ മേഖലയ്ക്ക് അകത്തൊക്കെ ഒന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ഈ നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ലോകത്തിനെ എത്ര നന്നായി അറിയാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതിനെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത്, എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്തിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വിദ്യാഭ്യാസമാണ് ഉണ്ടാകുന്നത്. അതുണ്ടായി തുടങ്ങുമ്പോൾ അനന്തമായ സാധ്യതകളുള്ള പ്രപഞ്ചം പെട്ടെന്ന് പ്രത്യക്ഷം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ പഠിപ്പിക്കുന്ന പഠനമൊന്നും അല്ല.
വെറുതെ നോക്കിയാൽ നമ്മൾ ഇത്രയും പേരോട് ഈ മുറ്റത്ത് നിൽക്കുന്ന ചെടികളുടെ പേരെന്ന് പറയാമെന്ന് ഞാൻ ചോദിച്ചാൽ, നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചല്ലേ? എവിടെയെങ്കിലും ഒരു അധ്യാപകൻ ഈ ചുറ്റിനുമുള്ള ചെടികളുടെ പേരെന്താ? അല്ല, പേരെന്നുള്ളതല്ല, ആ ചെടിയെ അറിയാമോ എന്നറിയുന്നു. നമ്മളിട്ടാലേ പേരാകത്തുള്ളൂ. എത്ര ജീവികളുണ്ട്, ഒരെണ്ണത്തിന് നമുക്കറിയാമോ? നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കവിത, എനിക്കായിരുന്നെങ്കിൽ ഷേക്സ്പിയർ അറിയാം, ഞാൻ ഇംഗ്ലീഷായിരുന്നു, അപ്പോൾ അതൊക്കെ അറിയാം. പക്ഷെ പുറത്തെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അറിഞ്ഞോളൂ. ആ കിളിയുടെ പേരറിഞ്ഞോളൂ, മരത്തിൻ്റെ പേരറിഞ്ഞു. ഈ നാടിനെ പറ്റി ഒരു വിവരവും ഇല്ലാതെ നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഭയങ്കര വിവരമാണെന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ കൃഷി ചെയ്ത് തലകുത്തി വീഴുന്നതിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയും. ആകെ 4, 3, 7 കാര്യമാണ് അറിയാവുന്നത്. എത്ര എണ്ണം നെല്ലുണ്ടോ ഇതൊന്നും അറിഞ്ഞൂടാ. ഒരു കൃഷി അറിഞ്ഞൂടാ. മണ്ണിന്റെ മുകൾ വശം നമ്മൾ ഈ മണ്ണ് ഇളക്കാൻ പോലും പറ്റത്തില്ല ശരിക്കും. കാരണം പാവം പിടിച്ച ജീവികൾ അതിനകത്തെല്ലാം ഒളിച്ചില്ല. അതിനെ മുഴുവൻ ഈ കിളിയെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ വെട്ടി മരത്തിൽ ഇടുമ്പോൾ. അതൊക്കെ കുത്തിയിരുന്ന് പണിഞ്ഞാണ് ഈ ഇരകളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ മേൽമണ്ണുണ്ടാക്കുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പഠിച്ച് നമ്മൾ ചെയ്യുന്ന ഈ കൃഷി ഒന്നും ഇങ്ങനെ ചെയ്തു പോലും കൂടാ. പക്ഷെ നമുക്കറിയാവുന്നത് ഇത് ഗംഭീര കൃഷിയാണ്. കണ്ണ് തുറന്നും ചെവി തുറന്നും ലോകത്ത് കൂടുതൽ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തുറന്ന് ഈ പ്രപഞ്ചത്തിനെ പറ്റി പഠിക്കണം. അതാണ് യുക്തിവാദി ആദ്യം അത്ര ചെയ്തതാണ്. അത് കഴിഞ്ഞ ബാക്കിയൊക്കെ നമ്മൾ പറയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും യുക്തിവാദി എന്ന് പറഞ്ഞ ഒരാൾ ലോകത്തിലല്ല. യുക്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. എല്ലാവരും യുക്തിവാദികളാണ്. അങ്ങനെയാണ് ജീവിക്കാനൊക്കത്തുള്ളൂ. തീ കത്തിച്ചാൽ വെള്ളം ചൂടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞ് യുക്തി ഇല്ലാതെ എങ്ങനെയെങ്കിലും പറ്റുമോ? യുക്തിവാദി അല്ലാത്ത ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല. യുക്തിവാദികളല്ലാത്ത ആരുമില്ല. യുക്തിവാദികൾ കണ്ടുപിടിച്ചതാണ് ദൈവത്തിനെ. ഇതാരുണ്ടാക്കി എന്നുള്ള യുക്തിപരമായ ചോദ്യത്തിന് ഉത്തരമാണത്. യുക്തിവാദികളല്ലാത്ത ഒരാൾ എപ്പോഴെങ്കിലും പശുക്കളാരെങ്കിലും ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്? മനുഷ്യനുണ്ടാക്കാത്ത ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാത്തൊരു ദൈവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പശുവും പട്ടിയൊക്കെ ദൈവം ഉണ്ടാക്കിയ ദൈവത്തിന് ആരാധിച്ചില്ല. മനുഷ്യനുണ്ടാക്കിയ ദൈവമേ ഉള്ളു, അല്ലാതെ ദൈവം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. എന്ത് ചെയ്യാനാണ്? ഏത് പ്രകൃതിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഏത് പ്രകൃതിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഏത്? നിങ്ങൾ പ്രകൃതിയാണെന്നെങ്കിലും അറിയണം. അതിന് പകരം പ്രകൃതി ഈ വേറെ ജീവികളാണ് ഇതൊക്കെ. അല്ല, പ്രകൃതി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. നിങ്ങളുടെ ദൈവമാണത്. അതുകൊണ്ടാണ് അതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം പ്രപഞ്ചത്തിലില്ല. മറ്റ് ജീവികളെയാണ് നിങ്ങൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രകൃതി നിങ്ങളാണെന്ന് അറിയണം. നിങ്ങൾ എനിക്ക് പ്രകൃതി, ഞാൻ നിങ്ങൾക്കും പ്രകൃതിയാണ്. അതിനെയാണ് പ്രകൃതി. ചുറ്റുപാടിനെയാണ് നമ്മൾ പ്രകൃതി. മറ്റ് ജീവികളായി കാണുന്നതല്ല. അവർക്ക് പ്രകൃതി ഇല്ലേ? മരം ഒരു ജീവിയാണെന്ന് അറിയണം. അറിയാം, ഇങ്ങനെ ആലോചിക്കും. പക്ഷെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കും. ഈ ആൾക്കാരുടെ മുഖത്തോട്ട് കാണിക്കുവോ? കരടി ചൂണ്ടുവോ? അത് തന്നെ. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ വിഷയങ്ങൾ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനല്ല മനസ്സിലാക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന ഒന്നുമല്ല പഠിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ വേറെ രീതികൾ ഉപയോഗിച്ചേ പറ്റും. അത് അത് വലിയ ഞാൻ ഇങ്ങനെ ഓരോ വിഷയമായിട്ട് എടുത്താലും നമുക്ക് പറയാം. പക്ഷെ ഇപ്പം ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കാര്യം നമ്മളൊന്ന് അത് തന്നെയും താങ്ങാവുന്ന കവിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് പോയിട്ട് ഒന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഗ്രാമസഭയിലൊക്കെ പോകും. അതിനുശേഷം നമുക്ക് പ്രകൃതിയൊക്കെ പിടിക്കാം. മിനിമം ജനാധിപത്യപരമായ ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി ഈ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ട് എന്താണ് പ്രകൃതി, എന്താണ് ഈ ലോകം എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് നമ്മൾ ഇതുവരെ ആളുകൾ പറഞ്ഞതുപോലെ അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. പിന്നെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആൾക്കാർ പലതും പറഞ്ഞത്. ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞത്. പ്രപഞ്ചം ഇത്രയും വലുതായി പോയത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് കാണുന്ന ദൂരത്തിലുള്ള നക്ഷത്രങ്ങളെ പറ്റി മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. 7 ഗ്രഹങ്ങൾ ഉണ്ടായിപ്പോയത് അങ്ങനെയാണ്. അതിനകത്ത് നവഗ്രഹം എന്ന് പറയുന്നത് ഇല്ലാത്ത 2 രാഹുവും കേതുവും കൂടെ ചേർത്തിട്ടാണ് 9 പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മറ്റേതൊന്നും അല്ല.
അതുകൊണ്ട് അതൊന്നും തമ്മിൽ കൂട്ടിക്കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കുട്ടിപ്പെടുത്തുക എന്ന് പറയുന്നത് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ 118 കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയണം. അതിനെയാണ് ഭൂതം, എലിമെന്റ്സ് നമ്മൾ പറയുന്നത്. അതിനെ എങ്ങനെയാണ് ഒന്നൊന്നിനെ തമ്മിൽ കൂട്ടിച്ചേർത്താൽ എന്തുണ്ടാക്കാൻ പറ്റുമെന്നതിനാണ് മെറ്റീരിയൽ സയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലുള്ള മേഖലകളെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് പോകാം. അല്ലാതെ പഞ്ചഭൂതം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയാൽ പണിയെടുക്കും. അത് മതി. എത്രയായി? കുറെ നേരമായിട്ട് ഞാൻ ഈ നൃത്തത്തില്ല 12 ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. രാമശ്രീ ബോർഡൊന്ന് 3 തവണ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാമശ്രീ പോയിട്ട് കാര്യമുണ്ട്. അതായത് ഞാൻ സ്ഥിരമായി പോകുന്ന ആളാണ്. ഞാൻ ആദ്യമേ കൈപ്പൊക്കെ കാണിച്ചു മനസ്സിലായി. അത് ഞാൻ പറഞ്ഞോ, കിലയില് ഈ ജനപ്രതിനിധിക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഈ ഗ്രാമസഭയിൽ പോകുന്നവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാറില്ല. ഇവര് ഞാൻ പോകുന്നിടത്തെല്ലാം 70-80 പേരും കൂടുതൽ വരാറില്ല. വരുന്നത് കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും മാത്രമാണ് 90% വരുന്നത്. ഇവര് വരും. ഇവര് കർപ്പൂസനോ കിടന്നോ അപേക്ഷ കൊടുത്തിരിക്കും. അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ അവിടെ പട്ടം കൂടി ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് വായിക്കും. ലിസ്റ്റിൽ അവരുടെ പേരുണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഉണ്ടോ എന്ന് അവർ നോക്കുന്നേ ഇല്ല. ഇവർക്ക് അറിയത്തില്ല. ആകെ 2 പേർക്കായിരിക്കും കിണർ അനുവദിക്കും. ഈ 1ഉം 2ഉം പേർക്ക് മാത്രമാണ് കിട്ടുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. ഇവര് വന്നിട്ട് പോയിട്ട് വല്ല കാര്യവുമുണ്ട്. അധികാരം ജനങ്ങളിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവർ അറിയുന്നത് പോലും പകുതി വഴിക്കാണ് നിങ്ങൾ വെക്കുന്ന വിമർശനം മുഴുവൻ ശരിയാണ്. നമ്മൾ ആരംഭിച്ചിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട്. എന്താണ് ഭരണഘടനയെന്ന്, എന്താണ് ജനകീയമായിട്ടുള്ള ഒരു സംവിധാനം എന്താണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനെ പൗരന്മാരാക്കി മാറ്റേണ്ടതുണ്ട്. മറ്റേതങ്ങനെയല്ല. നഴ്സുമാരെ പ്രസംഗം കേൾപ്പിക്കാൻ കൊണ്ടുപോകുന്നവരാണ്. നഴ്സിംഗ് കോളേജിലുള്ള പിള്ളേരെ മുഴുവൻ കൂടെ കൊണ്ടുപോകുന്നത് മന്ത്രിമാർക്ക് പ്രസംഗിക്കാൻ. അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് പോലെ ഇരുത്തുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിക്കാരും ഈ പറയുന്ന കുടുംബശ്രീക്കാരും. അവർക്ക് വേറെ വഴിയില്ലാത്തവരാണ്. അല്ല, അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ പോകേണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് തുടങ്ങാൻ അത് പറ്റത്തില്ല. പക്ഷെ അവിടെ അത് സാക്ഷരതാ പ്രവർത്തനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റേ ക്ലാസ് റൂമിൽ ആരംഭിക്കേണ്ടതുണ്ട്. അത് ചെയ്യാൻ അതിന് അധ്യാപകരെ ഉണ്ടാക്കേണ്ടത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഇത് രാവിലെ സർവ്വമത പ്രാർത്ഥന നടത്തിയിട്ട് അകത്ത് എവല്യൂഷൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളത് മനസ്സിലാക്കേണ്ടത്. ദൈവമാണ് ലോകത്തിനെ ഉണ്ടാക്കിയെന്ന് പഠിച്ചതിന് ശേഷം പിന്നെ ഇതെങ്ങനെയാണ് പരിണമിച്ചു വന്നതെന്ന് പഠിക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ആ പകുതി വഴിക്ക് നിങ്ങൾ പറഞ്ഞ മുഴുവൻ സാധനവും ശരിയുക. അത് നേരത്തെ സ്കൂളിനെ പറ്റി ഇവിടെയൊക്കെ ആൾക്കാർ പറഞ്ഞ് എല്ലാം അങ്ങനെ തന്നെയാണ്. അത് പകുതി വഴിക്ക് നമ്മൾ നേരത്തെ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ആ സിസ്റ്റത്തിനകത്ത് അതിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുണ്ടാക്കിയിരിക്കുന്ന ഉദ്ദേശം അതല്ല. അതുകൊണ്ടാണ് ഞാൻ തോക്കിന്റെ ഉദാഹരണം പറഞ്ഞത്. തോക്ക് വെച്ച് അയൽത്തുകാരനെ സഹകരിപ്പിക്കാനോ പ്രണയിക്കാനോ പറ്റത്തില്ല. തോക്കാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. അത് നിങ്ങൾ ആർക്ക് കൊടുത്താലും അത് വെച്ച് ഒഴിയിക്കാനേ പറ്റും. നല്ല വെടി വെച്ചു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നല്ല പോലീസുകാരനില്ല, നല്ല ഭരണക്കാരനില്ല, നല്ല മന്ത്രിയില്ല, നല്ല രാജാവില്ല, നല്ല ഉദ്യോഗസ്ഥനില്ല, നല്ല പ്രജ. എങ്ങനെയാണ് പൗരനാകുക എന്ന് പറയുന്നത്, സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പണിയാണ്. അത് നമ്മൾ ആരംഭിക്കേണ്ടതുണ്ടെന്നുള്ളത് പറയും. അപ്പം അതിൻ്റെ ഓരോ മേഖലയിലും എനിക്ക് കുറച്ച് പറയാൻ അറിയാം എന്ന് വിചാരിച്ചാലുണ്ട്. ഞാൻ അവസാനം എനിക്ക് എല്ലാ വിഷയവും അറിയാവുന്ന സിസ്റ്റം അറിയാവുന്ന കാരണം കൊണ്ട് കുറച്ച് പറയാം. പക്ഷെ അതിന് സൂക്ഷ്മതയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ ആളും പണിയെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കാരണം ഞാനിപ്പം നിങ്ങൾക്ക് തരുന്നത് മൈക്രോസ്കോപ്പാണ്, ഒരു ടെലസ്കോപ്പാണ്. ഇതെങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയാം. നിങ്ങൾ ഓരോരുത്തരും നോക്കുമ്പം ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണാം. ഭാഗത്താ വന്നെങ്കിലും ഈ PhD-ക്കാരാണ് നഴ്സറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതിനോട് വലിയ സപ്പോർട്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ എനിക്ക് അത് വിഷയം വിദ്യാഭ്യാസത്തിന് വലിയ വിഷയമാണ്. ഒത്തിരി പറയേണ്ടത്. അതിങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ എല്ലാവരും കൊള്ളയും. ഞാൻ നിർത്താൻ അവസാനം നിങ്ങൾ പറയും ഇയാളൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറയും. ഇത് മതി.